അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് രാവിലെ നമ്മൾ 3 വാക്യങ്ങൾ വായിച്ചത്. 2-ാം അധ്യായം 25, 26, 27 വാക്യങ്ങളാണ്. സ്തോത്രം. അതിൻ്റെ ഒരു ആമുഖം ഞാൻ പറഞ്ഞു. അപ്പോഴേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില ദൈവിക വെളിപ്പാടുകൾ വചനത്തിലൂടെ തന്നെ തന്നതുകൊണ്ട് നമ്മുടെ സമയം തീർന്നു. ഇനി ബാക്കിയുള്ള സമയം ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. ഒരിക്കൽ കൂടി നമുക്ക് വായിക്കാം 25, 26, 27 വാക്യങ്ങൾ. ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുൻപിൽ കണ്ടിരിക്കുന്നു. ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. അവൻ എൻ്റെ വലതുഭാഗത്തിരിക്കയാൽ ഞാൻ കുലുങ്ങിപ്പോകയില്ല. അവൻ എൻ്റെ വലത്തുഭാഗത്തിരിക്കയാൽ ഞാൻ കുലുങ്ങിപ്പോകയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ചു. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ചു. എൻ്റെ നാവ് ആനന്ദിച്ചു. എൻ്റെ നാവ് ആനന്ദിച്ചു. എൻ്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും. എൻ്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. നിന്റെ പരിശുദ്ധനെ ദ്രവ്യത്വം കാണാൻ സമ്മതിക്കുകയില്ല. നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയില്ല. നീ മതി, സ്തോത്രം, അത്രയും മതി. നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയില്ല. സ്തോത്രം. കേൾക്കുക, രാവിലെ ഞാനൊരു ആമുഖ വാക്ക് പറഞ്ഞു തുടങ്ങി ഈ വാക്യത്തിലേക്ക് എത്താമെന്ന് വിചാരിച്ചത്, പക്ഷേ നടന്നില്ല. നിങ്ങൾ ആരൊക്കെയോ വരാൻ വേണ്ടി കർത്താവ് കാത്തിരുന്നു. അതുകൊണ്ട് രാവിലെ അത് പറയാൻ ദൈവം സമ്മതിച്ചില്ല എന്ന് വിചാരിച്ചാൽ മതി. സ്തോത്രം. അതുകൊണ്ട് ദൈവം അത് വെയിറ്റ് ചെയ്തതാണ്. നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. ഇപ്പോൾ രാത്രി വന്നവർക്കായി പ്രത്യേകം സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കുള്ള ദൂതാണെന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിച്ചോളണം. സ്തോത്രം. രാവിലെ പറഞ്ഞത് ഇതാണ്: നമ്മുടെ മുമ്പിൽ എന്തിരിക്കുന്നോ അങ്ങനെ ഇരിക്കും നമ്മുടെ ജീവിതം. രാവിലെ ഞങ്ങൾ വന്നവർക്കറിയാം, ഞങ്ങൾ 3 കാര്യങ്ങൾ വേരോടെ പറിച്ച് കളഞ്ഞു ഞങ്ങളുടെ മുമ്പിൽ നിന്ന്. എന്നിട്ട് 3 കാര്യങ്ങളെ ഞങ്ങൾ കോൺക്രീറ്റ് ഇട്ട് വെച്ചു. അതിനെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഞാൻ ഒരേ വാക്കിൽ പറയാം. സങ്കീർത്തനത്തിൽ 3 വാക്യങ്ങൾ ഞങ്ങൾ കണ്ടു. 1, എൻ്റെ ദുഃഖം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. 2, എൻ്റെ അപമാനം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. 3, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. ഈ 3 കക്ഷികളെ നമ്മൾ നന്നായി സഭയ്ക്കകത്ത് കൊണ്ടുവന്ന് വിസ്തരിച്ചു. അവരുടെ ജീവിതത്തിൻ്റെ അപചയങ്ങൾ കണ്ടു. സ്തോത്രം. അങ്ങനെ പാപവും അപമാനവും ദുഃഖവും മുമ്പിൽ വെച്ചുകൊണ്ടൊരു ജീവിതം നയിച്ചാൽ, അന്യഭാഷ പറഞ്ഞാലും എത്ര ഉപവസിച്ചാലും ഒരിക്കലും മുഖം തെളിയേല. അത് തിരിച്ചറിഞ്ഞതുകൊണ്ട് അതിനെ 3നെയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ വന്ന ജനം സഭയുടെ മുമ്പിൽ നിന്ന്, വിശുദ്ധന്മാരുടെ മുമ്പിൽ നിന്ന്, പ്രാർത്ഥിക്കുന്നവരുടെ മുമ്പിൽ നിന്ന് അതിനെ 3നെയും ദൈവം പറിച്ചറിഞ്ഞു. ഹല്ലേലൂയ. എന്നിട്ട് ആ സ്ഥാനത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ പറഞ്ഞു. എബ്രായ ലേഖനം 12 വായിക്കേണ്ട 1-2 വാക്യങ്ങളിൽ ഹല്ലേലൂയ, നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം, സ്തോത്രം, അഥവാ ഗോള, ലക്ഷ്യം ഞാൻ എപ്പോഴും എൻ്റെ മുമ്പിൽ വെക്കും. 119-ാം സങ്കീർത്തനത്തിന് 30-ാമത്തെ വാക്യത്തിനകത്ത് നിന്റെ വിധികൾ ഞാൻ എപ്പോഴും മുമ്പിൽ വെക്കും. അതൊക്കെ നമ്മൾ വ്യാഖ്യാനിച്ച് എടുത്തത്, ഇനി ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ വായിച്ച കുറിവാക്യത്തിനകത്ത് സ്തോത്രം ഹല്ലേലൂയ, ഞാൻ യഹോവയാം ദൈവത്തെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെക്കും. എൻ്റെ കഷ്ടങ്ങളോ നഷ്ടങ്ങളോ കടഭാരങ്ങളോ ജപ്തി നോട്ടീസോ ക്യാൻസറിൻ്റെ റിപ്പോർട്ടോ ഇതൊന്നും അല്ല എപ്പോഴും മുമ്പിലിരിക്കുന്നത്. അതെല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തു. എന്നിട്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്, എൻ്റെ ലക്ഷ്യമാണ്, സ്തോത്രം, എൻ്റെ ദൈവമാണ്. അതിനെ മുമ്പിൽ വെച്ചെങ്കിലേ ക്രിസ്തീയ ജീവിതം ധന്യമാകുകയുള്ളൂ എന്ന് പരിശുദ്ധാത്മാവ് രാവിലെ നമ്മളെ ബോധിപ്പിച്ചു. ഇനി അത് ആവർത്തിക്കുന്നില്ല. അതിനിടയിൽ വന്ന ഒത്തിരി ദൈവിക ദൂതുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന പ്രസക്തമായ ഭാഗം ഇങ്ങനെയാണ്. ലാസ്റ്റ് നമ്മൾ വായിച്ചു നിർത്തിയത്, ഊന്നി പറഞ്ഞത് ഇതാണ്: സ്തോത്രം, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. അടുത്തത്, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയില്ല. ഈ വാക്യം ഒരു ഇൻവെർട്ടഡ് കോമ കൊട്ടേഷനിലാണ്. ഇത് 16-ാം സങ്കീർത്തനത്തിൽ ദാവീദ് എഴുതിയ വാക്യങ്ങളാണ്. 8-ാമത്തെയും 9-ാമത്തെയൊക്കെ വാക്യത്തിലാണെന്ന് എൻ്റെ ഓർമ്മ. സ്തോത്രം. 16-ാം സങ്കീർത്തനത്തിലാണ്. അപ്പം 16-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞ വാക്കാണ്. സഭയുടെ 1-ാമത്തെ പ്രസംഗം യെരൂശലേമിലെ മാളികമുറിയിൽ പത്രോസ് അപ്പോസ്തലൻ നടത്തുമ്പോൾ ആ പ്രഭാഷണത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത്. കാരണം ഒരുമിച്ച് മാളികമുറിയിൽ കൂടി വന്നിരുന്ന ആളുകളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അവർ അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. സ്തോത്രം. അന്യഭാഷയിൽ സംസാരിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ തടിച്ചുകൂടിയ ആളുകൾ തെറ്റിദ്ധരിച്ചു. അവർ പറഞ്ഞു, അവർ ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു, ഇവർ വീഞ്ഞു കുടിച്ചവരാണ്. ആ കൂട്ടത്തിൽ തന്നെ ചിലർ പറഞ്ഞു, അല്ലല്ല, ഇവർ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെ കേൾവിക്കാരായിരിക്കുന്ന ആളുകൾ 2 തട്ടിലായി. ഒരു തർക്ക വിഷയമായപ്പോൾ അത് തെളിയിക്കാൻ വേണ്ടി 11 പത്രോസിനോട് ചേർന്ന് എഴുന്നേറ്റ് നിന്നു. സ്തോത്രം. അങ്ങനെ ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മാവ് എന്താണെന്ന് യോവേൽ പ്രവചനത്തിലൂടെ അവർ പറഞ്ഞു തുടങ്ങി. സ്തോത്രം. ആ പ്രഭാഷണം എന്ന് തന്നെ നമുക്ക് പറയാം. സഭയുടെ 1-ാമത്തെ പ്രസംഗം പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ യേശുക്രിസ്തുവിനെ കൂടി പറയാനുള്ള പ്രചോദനം അവർക്ക് ലഭിച്ചു.
യേശുവിനെ കുറിച്ച് പറയാൻ വേണ്ടി പത്രോസ് കണ്ടെത്തിയ വാക്യങ്ങളാണ് ഈ പറയപ്പെട്ടിരിക്കുന്ന 25, 26, 27 വാക്യങ്ങൾ. പഴയ നിയമത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം സ്തോത്രം, ഈ പഴയ നിയമത്തിലെ ഈ ഭാഗത്ത് നിന്ന് ഇപ്പം സഭയുടെ ഒന്നാമത്തെ പ്രസംഗം തന്നെ 2 പഴയ നിയമ ഭാഗം, ഒന്ന് സങ്കീർത്തനത്തിൽ നിന്നും ഒന്ന് പഴയ നിയമത്തിലെ പ്രവചനത്തിൽ നിന്ന് എടുത്ത് പറഞ്ഞത്. സ്തോത്രം, അതിൽ നിന്ന് പറഞ്ഞത് പക്ഷെ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്, പറഞ്ഞത് യേശുവിനെ കുറിച്ചാണ്. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗമാണ്, കേൾക്കണേ. സ്തോത്രം, അതിൽ യേശുവിനെ കുറിച്ച് പ്രവചിച്ചിരിക്കുന്ന പ്രവചനമാണിത്. എന്താണ് പ്രവചനം? നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല. സ്തോത്രം, ഇത് പ്രവചിച്ചത് സ്തോത്രം ദാവീദാണ്. ദാവീദ് ഒരു പ്രൊഫഷണൽ പ്രവാചകനായിട്ട് വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. സ്തോത്രം, ദാവീദ് പ്രവാചക എന്ന് എപ്പോഴെങ്കിലും നമ്മൾ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടോ? ഉണ്ടോ? തിരുവനന്തപുരത്ത് വിളിക്കാറില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ ആരും വിളിച്ചിട്ടില്ല ഇതുവരെ. എന്താ? ദാവീദ് പ്രവാചകൻ്റെ സങ്കീർത്തനത്തിൽ നിന്ന് വായിക്കാൻ ഇന്ന് വരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. വെറും ദാവീദ് എന്നാണ് വിളിക്കുന്നത്. പിന്നെ ചിലർ സങ്കീർത്തനക്കാരൻ എന്നൊക്കെ വിളിക്കും. സ്തോത്രം, അദ്ദേഹം ഒരു പാട്ടുകാരൻ, രാജാവ്, ഒരു അഭിഷിക്തൻ, ആ രീതിയിലൊക്കെ കണ്ടിരിക്കുന്നത്. വേദപുസ്തകത്തിനകത്ത് പ്രൊഫഷണൽ പ്രവാചകന്മാരുണ്ട്. പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. സ്തോത്രം, പ്രവചനം ദൈവം ഒരു കൃപയായി കൊടുത്ത അവരോട് ചേർത്ത് പറയുന്നത്. സ്തോത്രം, അല്ലേ? ഇരമ്യ പ്രവാചകൻ എന്നാണ് നമ്മൾ അദ്ദേഹത്തെ വിളിക്കുന്നത്. നാഥാൻ പ്രവാചകൻ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ അബ്രഹാം പ്രവാചകൻ എന്ന് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കാറില്ല, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പറയാറില്ല. സ്തോത്രം, യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് ആദ്യം പ്രസംഗിച്ചത് ഹാനോക്കാണ്. ഹാനോക്ക് പ്രവാചകൻ എന്ന് സ്തോത്രം നമ്മൾ വിളിച്ചിട്ടില്ല. സ്തോത്രം, ചില സന്ദർഭങ്ങളിൽ ദൈവമാണ് ആളുകളെ ഉപയോഗിക്കുന്നത്. അതിൻ്റെ കാരണം ഞാൻ പറയാം. ഇരിക്കുന്നവരെ നോക്കിയാണ് ദൈവം ദൂത് പറയുന്നത്. സ്തോത്രം, നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടിരുന്നു തോന്നുന്നു. നമ്മുടെ ചിന്താഗതി നിൽക്കുന്ന പുള്ളി വലിയ പുള്ളിയാണെങ്കിൽ ഇന്നിവിടെ ആകാശം ഇടിഞ്ഞ് വീഴും. സ്തോത്രം, അതല്ല. വേദപുസ്തകത്തിൻ്റെ തത്വം പറയാം. ഇരിക്കുന്ന ആളുകൾ കരഞ്ഞാണ് ഇരിക്കുന്നതെങ്കിൽ, ഇരിക്കുന്ന ആളുകൾ നുറുങ്ങിയാണ് ഇരിക്കുന്നെങ്കിൽ, നിൽക്കുന്നവനെ ദൈവം അങ്ങ് ഉപയോഗിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. എവിടെ തെളിവ്? സ്തോത്രം, ഹന്ന ദേവാലയത്തിനകത്ത് ഒരു പ്രാവശ്യം പെരുന്നാളിന് വന്നിട്ട് ശൗമേൽ 1-ാമത്തെ അധ്യായത്തിനകത്ത് ഹന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ കരയുകയാണ്, ഹൃദയം പകരുകയാണ്, ഉള്ളം തകരുകയാണ്. ആ സമയത്ത് ദൈവം മനസ്സിലാക്കി, ഇന്ന് ഹന്ന വീട്ടിൽ പോകണമെങ്കിൽ ഒരു മറുപടി കൊണ്ടേ പോകുള്ളൂ. സ്തോത്രം, മനസ്സിലാവുമെന്ന് ഞാൻ പറയുന്നത്. ഈ പ്രാർത്ഥന അനവധി പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടുള്ളതായിരിക്കാം. പക്ഷെ അന്ന് പ്രാർത്ഥിക്കുമ്പോൾ വെറും വാചകങ്ങൾ അടർന്നു വീഴുകയല്ല, ഹൃദയം പറഞ്ഞു വരികയാണ്. സ്തോത്രം, സങ്കടം പകരുകയാണ്, ഹൃദയം പകരുകയാണ്. അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ വേളയിൽ സ്വർഗത്തിലെ ദൈവം നിർബന്ധിതനായി ഹന്നയോടൊരു ദൂത് പറയണം. പെരുന്നാൾ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയ സന്ദർഭത്തിൽ ദൈവം പ്രതീക്ഷിക്കുന്നൊരു പ്രവാചകനെ ആ കാലഘട്ടത്തിലോ ആ സമയത്തോ അവിടെ കിട്ടാനില്ല. പക്ഷെ ദൈവത്തിന് ദൂത് പറഞ്ഞേ പറ്റൂ. ദൈവം ആളത്വത്തിൽ ശീലോവിലെ ആലയത്തിലേക്ക് ഇറങ്ങി വന്നാൽ ചിലപ്പോൾ ഹന്നയ്ക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല, അങ്ങനെ ഇറങ്ങി വരാൻ പറ്റുകയില്ല. അപ്പോൾ ദൈവം നോക്കിയപ്പോൾ ഹന്നയോട് നടക്കാൻ പോകുന്നൊരു ദൂത് പറയാൻ കയ്യിൽ കിട്ടിയത് ഏലിയയാണ്. ആ കാലഘട്ടത്തിലെ ഏലിയെ നിങ്ങൾക്ക് പരിചയമുണ്ടെന്നറിയില്ല. അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് കണ്ണുമങ്ങിയ ഒരു പഴയ പുരോഹിതൻ. ഒത്തിരി കുറ്റങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. വചനം ദുർലഭമാക്കി കളഞ്ഞ, ദേവാലയത്തിലെ വിളക്ക് തുടച്ചും എണ്ണ ഒഴിച്ചും അതിനെ നിറച്ചു വെക്കേണ്ട ദൗത്യമാണ് സ്തോത്രം ഒരു പുരോഹിത ദൗത്യത്തിൽ. അതൊന്നും ചെയ്യാതെ മക്കളെ നന്നായി ഒത്തിരി അപചയങ്ങൾ. ഇങ്ങനെ ദൈവത്തിൻ്റെ ചാർജ് ഷീറ്റിനകത്ത്, കുറ്റപത്രത്തിനകത്ത് പല കുറ്റങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഏലിയെ ദൈവത്തിന് കിട്ടിയോളൂ. ആ മനുഷ്യൻ്റെ വായിൽ ദൈവം ദൂത് കൊടുത്തു. എന്നിട്ട് ഹന്നയുടെ അടുക്ക് വിട്ടു. ചെന്നപ്പോൾ അദ്ദേഹം വീഞ്ഞു കുടിച്ചെന്നൊക്കെ പറഞ്ഞെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞു, അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നിനക്കൊരു സന്തതിയെ തരും. സ്തോത്രം, ഇത് ദൈവത്തിൻ്റെ വാക്കല്ലായിരുന്നെങ്കിൽ അടുത്ത വർഷം ശൗമേലിനെ വരുത്തിക്കിട്ടില്ലായിരുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്ക്, ഇരുന്നവൾ കരഞ്ഞിരുന്നപ്പോൾ, ഇരുന്നവൾ നുറുങ്ങിയിരുന്നപ്പോൾ, ഇരുന്നവൾ തകർന്നിരുന്നപ്പോൾ, സ്തോത്രം, നിന്നവൻ ആരാന്ന് നോക്കിയില്ല ദൈവം. അവനെ വെച്ച് ദൂതങ്ങ് പറഞ്ഞു.
ഇന്ന് പകൽക്കാലം സഭയുടെ അന്തരീക്ഷം മാറ്റുന്ന ഒരു വെളിപ്പാട് ഞാൻ പറയാം. സഭ ഊർജ്ജസ്വലരാണെങ്കിൽ, സഭ വചനത്തിന് ദാഹിക്കുന്നെങ്കിൽ, സഭ ദൈവത്തിന്റെ ദൂതിന് കൊതിക്കുന്നെങ്കിൽ, സഭ ദൈവത്തെ പ്രതീക്ഷിക്കുന്നെങ്കിൽ, സ്വർഗത്തിലെ ദൈവം നിന്നെ നോക്കി ദൂത് തിരിച്ചുവിടുന്ന ദൈവമാണ്. നീ ആവശ്യക്കാരനാണെന്ന് തോന്നിയ എത്ര പേർ ഇന്ന് രാത്രികാലം വിശ്വസിക്കുന്നു? ക്രൈസ്റ്റ് സെന്ററിലെ ദൈവമക്കളെ നോക്കുമ്പോൾ അവരുടെ ഉള്ളുകൊണ്ട് കരയുകയാണ്. അവർക്ക് ഈ ദേശത്ത് ദൈവത്തിന് മഹത്വം കാണണം, സ്വർഗത്തോട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നടക്കണം. ആണ്ടിൽ 2 പ്രാവശ്യം ഉപവാസം നടത്തിയാൽ പോരാ എന്നൊരു ഭാരം ഇപ്രാവശ്യത്തെ ഉപവാസത്തിനകത്ത് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ സ്വർഗം ഇന്ന് രാത്രികാലം ചിലരോട് പറയുന്നു, ദൂത് മാറി വരാൻ പോകുകയാണ്. ഇവിടെ നിൽക്കുന്ന പലരും കൊണ്ടുവരുന്നതല്ല, ഹൃദയത്തിൽ കരുതി വെച്ചതല്ല, എഴുതി വെച്ചതല്ല. നാളെയും മറ്റന്നാളും 31-ാം തീയതി വരെ സ്വർഗത്തിലെ ദൈവം ദൈവദാസന്മാരെ അയക്കും. നിങ്ങൾ കരഞ്ഞാണ് വരുന്നതെങ്കിൽ, നിങ്ങൾ വിശ്വാസത്തോടെയാണ് വരുന്നതെങ്കിൽ, നിങ്ങൾ പ്രതീക്ഷയോടെയാണ് വരുന്നതെങ്കിൽ, സ്വർഗത്തിലെ ദൈവം നിൽക്കുന്നവന്റെ ഹൃദയത്തിനകത്ത്, വായിനകത്ത് നടക്കാൻ പോകുന്ന ദൂത്. എത്ര പേർ കേൾക്കുന്നുണ്ട്? ദൈവസന്നിധിയിൽ നടക്കാൻ പോകുന്ന ദൂത് വിത്തിൻ 1 ഇയർ, 1 വർഷത്തിനുള്ളിൽ നിന്റെ കയ്യിൽ കിട്ടാൻ പോകുന്നത്, നിന്റെ കണ്ണാൽ കാണാൻ പോകുന്നത്, നിന്റെ വീട്ടിലൂടെ തുള്ളിച്ചാടി നടക്കാൻ പോകുന്നത്, നിന്നെ സന്തോഷിപ്പിക്കുന്നത്, നിന്റെ ദുഃഖം മാറ്റുന്നത്, നിന്നെ ആദരിക്കാൻ പോകുന്നത്, നിന്നെ അഭിമാനിക്കാൻ പോകുന്നത് സ്വർഗത്തിലെ ദൈവം ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് പറയാനിടയാകും. യേശുവിന്റെ നാമത്തിൽ യാത്രാ വിവരണങ്ങളല്ല, ഇംഗ്ലീഷ് സ്റ്റോറികളല്ല, പിന്നെയോ നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. ഞാൻ ഒന്നോടെ പ്രവചനം പോലെ പറയുന്നു, 2024 നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇനി വരുന്ന ദൈവദാസന്മാരുടെ കയ്യിൽ സ്വർഗം ഇവിടെ കൊടുത്തയക്കട്ടെ. ചേർന്നതിനെ ആമീൻ പറഞ്ഞു, സ്തോത്രം പറഞ്ഞു സ്വീകരിക്ക്. സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ഇതിനു മീതെ ശക്തമായി ഏലിയാവിന്റെ മേൽ കരമിറങ്ങി വന്നതുപോലെ നിങ്ങൾ ചിലരുടെ മേൽ സ്വർഗത്തിന്റെ കരം വിശ്വസിക്കുന്നവരുടെ മേൽ ഇറങ്ങി വരികയാണ്. യേശു എന്നോട് പറയുന്നു, നിന്നെ ദൈവം ഉപയോഗിക്കാൻ പോകുകയാണ്. നിന്റെ പോരായ്മകളോ കുറവുകളോ നിന്റെ ജീവിതത്തിലെ ഒന്നും നോക്കാനല്ല, സ്വർഗത്തിന് ചിലരോട് ദൂത് പറയാൻ ആളെ വേണം. എന്റെ ദൈവമായ കർത്താവ് ഇന്ന് രാത്രി ദൂത് കേൾക്കുന്നവർ മാത്രമായിട്ടല്ല, നിന്നെ സ്വർഗം നടക്കാൻ പോകുന്ന കാര്യം ചില വീടുകളിൽ ചെന്ന് പറയാൻ, ചില ഉന്നതന്മാരോട് പറയാൻ സ്വർഗം ഇതിനകത്ത് ചിലരെ അഭിഷേകം കൊണ്ട് എഴുന്നേൽപ്പിക്കുകയാണ്, ആത്മാവിനാൽ നിറയ്ക്കുകയാണ്. ഇന്ന് രാത്രി സ്വർഗം അത് ചെയ്യാൻ പോകുകയാണ്. ദൈവാത്മാവിനാൽ ചിലരെ തൊട്ട് സ്വർഗം നടക്കാൻ പോകുന്ന ദൂത് യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു. സ്തോത്ര കർത്താവിന് വേണ്ടി നിന്നവർ ഇതിനകത്തുണ്ട്. ചില ദൂതുകൾ സ്തോത്ര പ്രാർത്ഥനയിൽ പറഞ്ഞവർ ഇതിനകത്തുണ്ട്. സ്വർഗം അത് കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ദൈവം എന്നോട് പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. സ്തോത്ര ഒരു തണുപ്പിക്കുന്ന ദൂതല്ല, ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്ന ദൂതല്ല. അവരുടെ കയ്യിൽ കിട്ടാൻ പോകുന്ന ചില കാര്യങ്ങൾ അത് നിന്നെ കൊണ്ട് പറയിപ്പിക്കുമെന്ന് സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി പ്രാർത്ഥിച്ചിരിക്കുന്ന ജനത്തോട് പറയുന്നു. നീ പറഞ്ഞത് സംഭവിച്ചു, ഏലി പറഞ്ഞത് നടന്നു. അതുപോലെ സ്വീകരിക്ക്. കൃപ വ്യാപരിക്കട്ടെ. കൃപാവരങ്ങൾ ആഗ്രഹിക്കുന്നവർ, ശുശ്രൂഷകൾ ആഗ്രഹിക്കുന്നവർ ഒരു മനസ്സോടെ ഓൺലൈനിൽ ഞങ്ങളെ വാച്ച് ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, ഇന്ന് രാത്രിക്കാലം ക്രൈസ്റ്റ് സെന്ററിന്റെ അനുഗ്രഹീതമായ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ച് ഉപവാസത്തിന്റെ 2-ാം ദിവസം ലോകത്തിന്റെ ഏതോ ഭാഗത്തിരുന്നു കൊണ്ട് ദൈവത്തിന്റെ വചനം കേൾക്കാൻ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് ദൈവസന്നിധിയിരിക്കുന്ന ദൈവമക്കൾ ചിലരോട് പറയുന്നു, നീ പറയണം നിന്റെ മകനോട്, നിന്റെ മകളോട്. അവര് പറഞ്ഞു, അമ്മ പറഞ്ഞ ഒരു കാര്യം നടന്നിട്ടുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടി? ഈ വക ചോദ്യങ്ങളാൽ ആത്മീകത്തെ വിമർശിക്കുന്ന കുടുംബത്തിനകത്ത് കരയുന്ന ഹന്നയോട് സ്വർഗം പറയുന്നു, നിന്റെ അതരത്തിൽ നടക്കാൻ പോകുന്ന ദൂത്, നിന്റെ തലമുറ കാണാൻ പോകുന്ന ദൂത് ശക്തിയോടെ
പട്ടത്തെ ഈ ഹാളിനകത്ത് തടിച്ചുകൂടിയിരിക്കുന്ന ജനത്തിന് ഈ ദൂത് വേണ്ടെങ്കിൽ ഓൺലൈനിലെ ദൈവമക്കൾ എടുക്കും. ഇന്ന് രാത്രി തീരുമാനിക്ക്. ആരോടോ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നുണ്ട്, ആരെയോ ഉപയോഗിക്കാൻ ഒരുങ്ങുന്നുണ്ട്. നീ ജീവിതത്തിൽ എന്തിനേക്കാൾ സ്വർഗം എന്നോട് പച്ചയ്ക്ക് പറയാൻ പറയുന്നു. നിന്റെ ജീവിതത്തിലെ ഔപചാരികതകളെക്കാൾ നീ ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവത്തിന്റെ വേലയെ സ്നേഹിക്കുന്നു, ദൈവത്തിന്റെ വചനത്തെ സ്നേഹിക്കുന്നു, കൃപാവരത്തെ സ്നേഹിക്കുന്നു. അങ്ങനെയുള്ള ചിലരെ ഇന്ന് രാത്രി പിടിച്ചിരുത്തിക്കൊണ്ട് പറയുന്നു, യേശുവിൻ നാമത്തിൽ നിനക്കുള്ള എല്ലാ പൊസിഷനുകളെക്കാൾ എന്റെ ദൈവത്തിന്റെ കൃപാവരത്തെ, എന്റെ ദൈവത്തിന്റെ ശുശ്രൂഷയെ സ്നേഹിക്കുന്നവരോട് പറയുന്നു, നിന്റെ ആ തരത്തിൽ ഞാൻ സംഭവിക്കാൻ പോകുന്ന ദൂത യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്ക്. സന്തോഷത്തോടെ സ്തോത്രം ചെയ്തുകൊണ്ട് പറ, എൻ്റെ മോളോട്, എൻ്റെ മോനോട് ഞാനൊരു വാക്ക് പറയും, അത് സംഭവിക്കും. അവൾ ദൈവത്തെ വിശ്വസിക്കും, അവൻ പ്രാർത്ഥനയെ വിശ്വസിക്കും. തെന്നി മാറി നിൽക്കുന്ന ചിലരെ എൻ്റെ ദൈവം പുറത്തുനിന്ന് ഒരാളെ വിട്ടല്ല, നീ വിചാരിച്ചിരിക്കുന്ന ഏതോ വലിയ പ്രവാചകനെ വിട്ടല്ല. നീ ചിലത് പറയും, മോനെ നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കും എന്ന് നീ പറയുമ്പോൾ കൃത്യ ദിവസത്തിൽ കൃത്യസമയത്ത് നീ പറഞ്ഞതുപോലെ നടക്കും. ആരിൽ? നിന്റെ തലമുറയിൽ, നിന്റെ സന്തതിയിൽ, നിന്റെ കുടുംബത്തിൽ. അങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് നിന്നിലും വ്യാപരിക്കുന്നു എന്ന് കുടുംബത്തിനകത്ത് സാക്ഷ്യമാകാൻ. പ്രതീക്ഷിക്കാത്ത മേഖലയിലേക്ക് ദൈവത്തിന്റെ ദൂത് കയറി പോകുന്നത് ഞാൻ തിരിച്ചറിയുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി സന്തോഷത്തോടെ പറ, സ്വർഗം അത് ചെയ്യണം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത്, വേദപുസ്തകത്തിനകത്ത് പ്രവചനം എന്ന അഡ്രസ്സിൽ തന്നെ അറിയപ്പെടുന്ന പ്രവാചകന്മാരുണ്ട്. എമർജൻസി സിറ്റുവേഷനിൽ ഇരിക്കുന്ന ജനത്തോട് ദൂത് പറയാൻ ഉപയോഗിച്ചവരുണ്ട്. ഇന്ന് രാത്രികാലം വിസിറ്റിംഗ് കാർഡിനകത്ത് പ്രോഫറ്റ് നടിച്ചു വെച്ചില്ലെങ്കിലും തക്ക സമയത്ത് ദൈവം ദൂത് തരുന്നവരായി മാറാൻ എത്ര പേര് വിശ്വസിക്കുന്നു? അങ്ങനെ ഗേറ്റിൽ എഴുതി വെച്ചില്ലെങ്കിലും സ്തോത്രം, നിന്റെ വായിലൂടെ തക്ക സമയത്ത് നിറവേറാനുള്ള ദൂത് അവര് പറയും. സ്തോത്രം. പാസ്റ്റർ അല്ലെങ്കിൽ സിസ്റ്റർ അല്ലെങ്കിൽ സാറ് ആരുമാകട്ടെ, അന്ന് പറഞ്ഞത് അതുപോലെ നടന്നു എന്ന് പറയത്തക്ക രീതിയിൽ കർത്താവ് വായിൽ ദൂത് തരും. അങ്ങനെ പലരെ ഞാൻ വേദപുസ്തകത്തിൽ കണ്ടിട്ടുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. ദാവീദ് ആരുമറിയാതെ മറഞ്ഞു കിടന്നൊരു കാര്യമാണ് ഇവിടെ പത്രോസ് പ്രഥമ പ്രസംഗത്തിലെടുത്തത്. യേശുക്രിസ്തുവിനെ കുറിച്ച് എത്രയോ പ്രവചനമുണ്ട്. ക്രിസ്തുവിൻ്റെ ജനനം, വളർച്ച, ജനിച്ച സ്ഥലം, സ്തോത്രം, ശുശ്രൂഷ, കൂടെ നടന്നവർ, മരണം, മരണവിധം, അടക്കം, ഉയർപ്പ്, വരാനിരിക്കുന്ന കാലങ്ങൾ, ഇതെല്ലാം പ്രവചനമാണ്. പക്ഷെ നിങ്ങൾ പോലും ഗൗരവമായിട്ട് ആ വാക്ക് ശ്രദ്ധിക്കുന്നെന്നറിയില്ല. ഈ പ്രവചനം ശ്രദ്ധിക്കപ്പെടാതെ സങ്കീർത്തനം 16 മറഞ്ഞു കിടന്നതാണ്. അത് മറ്റൊന്നുമല്ല, പിതാവ് പുത്രനെ നോക്കി പറയുന്നു, യേശു ജഡമെടുക്കുന്നതിനേക്കാൾ മുമ്പ് എൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയില്ല. സ്തോത്രം. അത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം കർത്താവിനെ ഒരു കല്ലറയിൽ അടക്കം ചെയ്താൽ കർത്താവ് ആ കല്ലറയ്ക്കകത്ത് ദ്രവത്വം കാണുകയില്ല എന്ന് കാലങ്ങൾക്ക് മുമ്പേ പ്രവചിച്ചിരുന്നു. സ്തോത്രം. അത് പ്രവചിച്ചത് ഒരു വലിയ പേരുള്ള പ്രവാചകനല്ല, നമ്മുടെ ദാവീദാണ്. അദ്ദേഹം പ്രവചിച്ചിരുന്ന ആ പ്രവചനമാണ് ദൈവസഭയുടെ ഒന്നാമത്തെ പ്രസംഗത്തിൽ പത്രോസ് എടുത്ത് ഉപയോഗിച്ചത്, പരിശുദ്ധാത്മാവ് വായിൽ കൊടുത്തത്. സ്തോത്രം. ഇനി ആ പ്രവചനത്തിൻ്റെ വിശദീകരണത്തിലേക്ക് വരികയാണ്. 4 സുവിശേഷത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചേർത്ത് വെച്ച് പറഞ്ഞ് സ്തോത്രം ഈ കാര്യം തെളിയിച്ച് കഴിയുമ്പോഴേക്കും ഇന്ന് രാത്രി എനിക്ക് അനുവദിച്ച സമയം കഴിയും. അതിനിടയിൽ നിങ്ങൾക്കുള്ള വ്യക്തിപരമായിരിക്കുന്ന ദൈവത്തിൻ്റെ ദൂതുകൾ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ഈ സുവിശേഷങ്ങളിലൂടെ ഞാൻ ആ കാര്യം തെളിയിച്ചു വരുമ്പോൾ കരഞ്ഞും പ്രാർത്ഥിച്ചും ഇരിക്കുന്ന വിഷയത്തിന് തലയെ തൊട്ടില്ലെങ്കിലും കൃത്യമായി ദൈവം മറുപടി പറയും. അതിനുള്ള കഴിവ് ദൈവത്തിൻ്റെ വചനത്തിനുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഈ ഭാഗത്തിൻ്റെ വിശദീകരണത്തിനായി. സ്തോത്രം. ഈ വാക്ക് ചെന്ന് നിന്നത് ഇങ്ങനെയാണ്: ദൈവം സമ്മതിക്കുകയില്ല.
ഞാൻ വേദപുസ്തകത്തിൽ ഒത്തിരി വാക്യങ്ങൾ കണ്ടിട്ടുണ്ട് ദൈവം സമ്മതിക്കുകയില്ലെന്ന് എഴുതിയിരിക്കുന്നത്. ഞാൻ ഒന്നിനെണ്ണം പറയാം. ഇനി അതിനകത്ത് ഞാൻ നിന്നാൽ ചിലപ്പോൾ ഇന്ന് രാത്രി സമയം പ്രധാന ഭാഗം വിശദീകരിക്കാൻ പറ്റാതെയാകും. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സ്തോത്രം, എൻ്റെ കാല് വഴുതുവാൻ ദൈവം സമ്മതിച്ചില്ല. അവരെ പീഡിപ്പിക്കുവാൻ ദൈവം ആരെയും സമ്മതിച്ചില്ല. വേറൊരു വാക്യം പഴയ നിയമത്തിൽ കിടക്കുന്നത് പുറപ്പാട് പുസ്തകത്തിൽ സംഹാരദൂതൻ മിസ്രയീമിലൂടെ കയറി ഇറങ്ങി നടന്നു. പക്ഷേ സ്തോത്രം, കട്ലക്കാലിന്മേൽ രക്തമടയാളമായ കുടുംബങ്ങളിൽ സംഹാരകൻ കയറാൻ ദൈവം സമ്മതിച്ചില്ല. സ്തോത്ര, ഹല്ലേലൂയ. ഇങ്ങനെ സമ്മതിക്കാത്ത ഒരു പിടി സംഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പറയാം. നീ ദൈവത്തിൻ്റെ കൺട്രോളിലാണെങ്കിൽ ആരൊക്കെ എന്തൊക്കെ ഇണക്കിക്കൊണ്ട് വന്നാലും ദൈവം സമ്മതിക്കാതെ തലയിലെ തലമുടി പോലും താഴെ വീഴില്ല. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം ഞാൻ പറയാം, ദൈവം സമ്മതിക്കാതെ നിനക്കെതിരെ തയ്യാറാക്കുന്ന അജണ്ടകളൊന്നും പാസ്സാകില്ല. എത്ര ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിലും, എത്ര ശക്തന്മാരെതിരെ ശത്രു സംഘം ചേർന്നാലും സ്വർഗത്തിലെ ദൈവം അങ്ങയെ നോക്കി പ്രവചനമായി പറയുന്നു, ശത്രം, ഞാൻ സമ്മതിക്കാതെ ആരൊക്കെ ഒപ്പിട്ടാലും ഫയർ നീങ്ങില്ല. ആരൊക്കെ പറഞ്ഞാലും കാര്യങ്ങൾ നീങ്ങില്ല. അതിന് നമുക്കൊരു ദൈവമുണ്ട്. ഞാൻ സാധാരണ തകർന്നിരിക്കുന്ന ദൈവമക്കളോട് പറയാറുണ്ട്, സ്തോത്രം, ആകുലപ്പെട്ട്, ഞാനൊരു സഭയുടെ പാസ്റ്ററാണ്. 23 വർഷമായി ഞാൻ പ്രവർത്തിക്കുന്ന ദേശത്ത് വന്ന് എൻ്റെ കനാൻ ദേശം പോലെ ഹൃദയത്തിൽ സ്തോത്രം സ്നേഹിച്ച് പ്രവർത്തിക്കുന്നൊരു നാട്ടിൽ 23 വർഷമായിട്ട് ഒരു കൂട്ടത്തെ സ്തോത്രം തന്നെ ശുശ്രൂഷിക്കുന്നൊരു പാസ്റ്ററാണ് ഞാൻ. സ്തോത്രം, അന്ന് ചെന്നപ്പോൾ കയ്യിലെടുത്ത് പ്രതിഷ്ഠിച്ച അല്ലെങ്കിൽ പ്രസവിക്കാൻ വേണ്ടി അമ്മയെ പ്രാർത്ഥിച്ച് വിട്ട കുഞ്ഞിൻ്റെ കല്യാണം കഴിഞ്ഞ ആഴ്ച നടന്നു. സ്തോത്രം, അത്രയും ദൈവത്തിന് ഭാഗ്യം ലഭിച്ചു. സ്തോത്രം, അതുപോലെ കയ്യിലെടുത്ത് വളർത്തി അമ്മയെ സ്തോത്രം ഉദരത്തിൽ കിടന്ന് പ്രാർത്ഥിച്ചു വിട്ടവളെ കല്യാണം കഴിപ്പിക്കാൻ, അതുപോലെ 23 വർഷം ഒരു നാട്ടിൽ പാസ്റ്ററായിരിക്കാൻ ഭാഗ്യം ലഭിച്ചു. സ്തോത്രം, അതുകൊണ്ട് സ്തോത്രം, ആ ഒരു ബന്ധം ഒരു ആത്മബന്ധമാണ്. ചില ആളുകളുടെ മുമ്പിൽ ചിലപ്പോൾ പാസ്റ്റർ എന്ന നിലയ്ക്ക് അവരനുഭവിക്കുന്ന വിഷയം, പെട്ടെന്നുണ്ടായ സംഭവങ്ങൾക്ക്, പെട്ടെന്നുണ്ടാകുന്ന വലിയ വിഷമങ്ങൾക്ക് മനുഷ്യത്വത്തിൽ മറുപടി പറയാൻ പറ്റാതെ പോവും. ആ സമയത്ത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, രേഖകൾ എത്ര വീട്ടിൽ വന്നാലും, കടലാസുകൾ എത്ര നിങ്ങളുടെ കതകിൽ ഒട്ടിച്ചാലും, അന്തിമ വിധി പറയേണ്ടത് സ്വർഗത്തിലെ ദൈവമാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, അന്തിമ വിധി ഇവിടെ ആരുമല്ല പറയേണ്ടത്. അന്തിമ വിധി പറയുന്നവൻ സ്വർഗത്തിലെ ദൈവമാണ്. സ്തോത്ര, ഹല്ലേലൂയ. നിങ്ങളെ വാക്കിനെ മുറുകെ പിടിക്കണം. ആരെന്തൊക്കെ പറഞ്ഞാലും സ്തോത്രം, നിന്റെ മനസ്സിനോട് നീ പറയണം, എൻ്റെ മഹാപുരോഹിതൻ വിധി പറഞ്ഞിട്ടില്ല. എൻ്റെ കർത്താവ് വിധി പറയാതെ ഈ കാര്യത്തിന് സ്തോത്ര, ഹല്ലേലൂയ, ഒന്നും നടക്കുകയല്ല. പൗലോസ് ആ കാര്യം കൊരിന്ത്യരോട് വേറെ രീതിയിൽ പറയുന്നുണ്ട്, കർത്താവ് വരുവോളം നിങ്ങളൊന്നും വിധിക്കരുത്. അതിനർത്ഥം എന്താ? സ്തോത്ര, ആരൊക്കെ എന്ത് പറഞ്ഞാലും അവരുടെ വിധി അന്തിമ വിധിയല്ല. ആ വിധിയെ പൊളിക്കാൻ കഴിയുന്ന ഒരുത്തൻ സ്വർഗത്തിലുണ്ട്. സ്വർഗം സമ്മതിക്കാതെ ഒരു പ്രാണികളും നടക്കുകയില്ല ദൈവമക്കളോടുള്ള ബന്ധത്തിൽ. ഹല്ലേലൂയ. കേൾക്കു പ്രിയപ്പെട്ടവരെ, ഇവിടെ പിതാവായ ദൈവം പറയുകയാണ്. എന്ത് പറയുന്നത്? തൻ്റെ പുത്രനെ കുറിച്ച് നിങ്ങളൊന്ന് പ്രചറൈസ് ചെയ്യണം, നിങ്ങളുടെ മനസ്സിൽ കാണണം. നിങ്ങൾ നോക്കി, യേശു ക്രിസ്തുവിനെ ഗദസമന തോട്ടത്തിൽ വെച്ച് റോമൻ പട്ടാളക്കാരും സ്തോത്രം മഹാപുരോഹിതൻ്റെ ചേവകരുമൊക്കെയായി കയറി പിടിക്കുകയാണ്. നിങ്ങൾക്ക് ആ സംഭവം അറിയാലോ. അവിടെ മുതൽ മൃഗീയമായ പീഡനങ്ങൾ കർത്താവിനെ ഉപദ്രവിക്കാൻ തുടങ്ങുകയാണ്. സ്തോത്ര, ഹല്ലേലൂയ. നിലത്തിട്ടവർ ചവിട്ടി, ബൂട്ട്സ് ഇട്ട കാലുകൊണ്ട് അവരെ കറ്റ മെതിക്കുന്നത് പോലെ മെതിച്ചു, കോലുകൊണ്ട് കർത്താവിനെ തല്ലി, കറുത്ത തുണി കൊണ്ട് കണ്ണ് കെട്ടിയിട്ട് മുഷ്ടി ചുരുട്ടി പട്ടാളക്കാർ യേശുവിൻ്റെ മുഖത്തേക്ക് ഇടിച്ചു. ഞാനൊരു ആവേശത്തോടെ പറയുമ്പോഴും എൻ്റെ ഹൃദയം എൻ്റെ കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് സ്തോത്രം പിടഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഒരു ഭംഗി വാക്ക് പറയുകയല്ല, നിങ്ങളെ ആവേശം കൊള്ളിക്കാൻ ഒരു തിരക്കഥ പറയുന്നത് പോലെ പറയുകയല്ല. കണ്ണ് കെട്ടി മുട്ടി ചുരുട്ടി യേശുവിൻ്റെ മുഖത്തേക്ക് ഇടിച്ചു. കാർക്കിച്ച് പട്ടാളക്കാർ യേശുവിൻ്റെ മുഖത്തേക്ക് തുപ്പി. റോമൻ നാണയങ്ങൾ കൂട്ടിപ്പിടിച്ചിട്ട് താടി രോമങ്ങൾ സ്തോത്രം വലിച്ചു പറിച്ചെടുത്തു. സ്തോത്രം, റോമൻ ചമ്മട്ടി കൊണ്ട് കർത്താവിൻ്റെ പുറമെല്ലാം ഉഴവുചാല് പോലെ അടിച്ചു കയറി. സ്തോത്ര, ഹല്ലേലൂയ. വസ്ത്രം അഴിച്ചെടുത്തു, അസ്ഥികൾ ബന്ധം വിട്ടു. ഈ രീതിയിൽ കർത്താവിനെ തകർത്തു. ഇതിനെല്ലാം സ്വർഗത്തിലെ അപ്പൻ സമ്മതിച്ചു.
പക്ഷെ ഇതിൻ്റെ ഏറ്റവും അടിയിലൊരു കാര്യം എഴുതിയിട്ടുണ്ട്, ഞാൻ അവനെ തല്ലാൻ സമ്മതിക്കും, ഞാൻ അവൻ്റെ ശരീരം ഉഴുവുചാല് പോലെ കീറാൻ സമ്മതിക്കും, ഞാൻ അവൻ്റെ താടി രോമങ്ങൾ പിഴുതെടുക്കാൻ സമ്മതിക്കും, ഞാൻ അവൻ്റെ അസ്ഥികൾ ബന്ധം വിടാൻ സമ്മതിക്കും, ഞാൻ അവനെ മുഷ്ടി ചുരുട്ടി ഇടിക്കാൻ സമ്മതിക്കും, ഞാൻ അവനെ തെരുവിലൂടെ വലിച്ചടയ്ക്കാൻ സമ്മതിക്കും, ഞാൻ അവനെ തലയോടിയുടെ മലമുകളിൽ ക്രൂശിൽ നട്ടുച്ച വെയിലത്ത് 2 കള്ളന്മാരുടെ നടുവിൽ തൂക്കിയിടാൻ സമ്മതിക്കും, ഒറ്റപ്പെടാൻ സമ്മതിക്കും. പക്ഷെ ഞാൻ സമ്മതിക്കാത്തൊരു കാര്യമുണ്ട്, ദ്രവത്വം കാണാൻ മാത്രം ഞാൻ സമ്മതിക്കുകയില്ല. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം കേൾക്കണം. കഴിഞ്ഞ ദീർഘവർഷമായി നിന്നെ അപമാനിക്കാൻ ദൈവം സമ്മതിച്ചു, നിന്നെ കുറ്റം പറയാൻ സമ്മതിച്ചു, നിന്നെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ സമ്മതിച്ചു, നിന്നെ അപമാനിക്കാനും ഇല്ലാതാക്കാനും സമ്മതിച്ചു, നിനക്കെതിരെ അജണ്ടകൾ തയ്യാറാക്കാൻ സമ്മതിച്ചു. പക്ഷെ ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ കഴിയും, എന്നെ ദ്രവിപ്പിക്കാൻ ഈ ശക്തികൾക്കാർക്കും ദൈവം അനുവാദം കൊടുത്തില്ല. കൊടുത്തിരുന്നെങ്കിൽ ഞാനും നിങ്ങളും ഇന്നിവിടെ കാണില്ല, ട്രിവാൻഡ്രത്ത് നിങ്ങൾ ഉണ്ടാകില്ലായിരുന്നു. പക്ഷെ ദൈവം ഇന്ന് രാത്രി നിന്നെ ഇവിടെ ഈ വാക്കിന്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ എല്ലാം സമ്മതിക്കും, പക്ഷേ ദ്രവത്വം കാണാൻ സമ്മതിക്കില്ല. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി വിശ്വസിച്ചുകൊണ്ട് നന്ദിയോടെ പറ, കർത്താവേ, ബാക്കി എന്തും ഈ ശോധനയിൽ, ഈ വേദനയിൽ, ഈ കഷ്ടതയിൽ, ഈ പരിശോധനയിൽ, ഈ കൽച്ചക്കിനകത്തിട്ട് അരയുമ്പോൾ ഇതെല്ലാം സഹിക്കേണ്ടി വന്നാലും ഞാൻ തൃപ്തനായി എന്നിന്ന് രാത്രി ഈ വാക്യം ഞാൻ വിശദീകരിക്കുന്നതിനേക്കാൾ മുമ്പ് യേശുവിൻ്റെ നാമത്തിൽ നമ്മുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഈ വാക്ക് നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നു? നീ മരുന്ന് കഴിക്കുന്നുണ്ടാകും, നീ ആഴ്ചയിൽ ഒരിക്കൽ ഡയാലിസിസ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ശരി. ഇതിനൊക്കെ നീ ചോദിച്ചു, ദൈവമേ, ഞാൻ നിന്റെ ദാസനല്ലേ, നിന്റെ ദാസിയല്ലേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന ദൈവ പൈതലല്ലേ, എൻ്റെ അപ്പൻ ദൈവദാസനല്ലായിരുന്നു, എന്നിട്ടും എന്തായെന്ന്. പക്ഷെ സ്വർഗം ഇന്ന് രാത്രി നിങ്ങൾ ചിലരെ നോക്കി പറയുന്നു, ഇല്ല മകളെ, ഇല്ല മകനെ, ഇതൊക്കെ ഞാൻ സമ്മതിച്ചാലും നീ ദ്രവത്വം കാണാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് ഞാൻ എഴുതി ഒപ്പിട്ട് വെച്ചിട്ടുണ്ട്, ഞാൻ വിൽപത്രം എഴുതി വെച്ചിട്ടുണ്ട്. ആരൊക്കെ നിനക്കെതിരെ ഏതൊക്കെ വിധത്തിൽ പോരാടിയാലോ കേൾക്കുന്നവർ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്തോണ്ട് സ്തുതിച്ചോണ്ട് പറ, ദ്രവത്വം കാണത്തില്ല, അതിനപ്പൻ അനുവാദം കൊടുക്കത്തില്ല. രക്തം ജയം, രക്തം ജയം, രക്തം ജയം യേശുവിൻ്റെ നാമത്തിൽ. അത് നിങ്ങളുടെ അകത്ത് ഇന്ന് രാത്രിയിലെ ശുശ്രൂഷ, നിങ്ങളുടെ മനസ്സിനകത്ത് ദൈവത്തിൻ്റെ വചനം വസിക്കാനുള്ളതാണ്. പ്രസംഗം കേട്ടിട്ട് പോകാനുള്ളതല്ല, നിങ്ങളുടെ ഡയറിയിൽ എഴുതി വെക്കാനുള്ളതുമല്ല. ഇന്ന് രാത്രിക്കാലം ഹല്ലേലൂയ, ഇത് ടേപ്പ് ചെയ്ത് കയ്യിൽ വെക്കാനുള്ളതല്ല, ഇത് നിങ്ങളുടെ മനസ്സിനകത്ത് വസിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിക്കാലം വിശ്വസിക്ക്, എന്തൊക്കെ പോരാട്ടം നിനക്കെതിരെ, ആഭിചാരവും ശുദ്രവും അടക്കം, നിനക്കെതിരെ ഏതൊക്കെ കള്ളക്കഥകൾ അടക്കം, ഉന്നതന്മാരെ കള്ളസാക്ഷികളെ നിരത്തിക്കൊണ്ട് നിന്നെ ഉന്മൂലനം ചെയ്യാൻ ഏതൊക്കെ വിധത്തിൽ അഠരാടിയാലും യേശു എന്നോട് പറയാൻ പറയുന്നു, ഞാൻ നിന്റെ പേരിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്, നിനക്ക് എന്തും ചെയ്യാം, പക്ഷെ ദ്രവത്വം കാണണമെങ്കിൽ ഞാൻ സമ്മതിക്കണം. ജീവനുള്ള ദൈവത്തിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്യുന്നു, എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കളെ വചനത്തെ മുറുകെ പിടിക്ക്. ഇല്ല, കർത്താവിന്റെ വചനം എൻ്റെ ഉള്ളിൽ നിക്ഷിപ്തമാക്കുകയാണ്, ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. ദ്രവത്വം കാണാനായിരുന്നെങ്കിൽ ഇന്നേക്ക് 15 കൊല്ലം മുമ്പ് നിന്റെ ശുശ്രൂഷ ദ്രവത്വം കണ്ടേനെ, നിന്റെ സഭ ദ്രവത്വം കണ്ടേനെ. ഇന്നേക്ക് 12 കൊല്ലം മുമ്പ് അത് നടന്നേനെ. പക്ഷെ ദൈവം പറഞ്ഞു, നീ നിലത്തിട്ട് ചവിട്ടിയാലും കാർക്കിച്ചു തുപ്പിയാലും ആമേൻ, കറുത്ത തുണിയിട്ട് മൂടിയാലും ആമേൻ, കണ്ട കള്ളന്മാരുടെ കൂടെ എൻ്റെ പുത്രനെ നീ തൂക്കിയിട്ടാലും അവരുടെ പേരിന്റെ കൂടെ ഇവന്റെ പേര് എഴുതി വെച്ചാലും ദ്രവത്വം കാണാൻ സമ്മതിക്കത്തില്ല എന്ന് സ്വർഗം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഭയ്ക്ക് ഇന്ന് രാത്രി സന്തോഷിച്ചുകൂടെ, ആഘോഷിച്ചുകൂടെ? ഉപവാസം ഇന്ന് രാത്രി മൗനതയിലല്ല, ഉല്ലാസത്തിലാക്കിക്കൂടെ?
കൃപ. യേശുവിന്റെ നാമത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. വർഷങ്ങൾക്ക് മുമ്പ് സ്തോത്രം, ഞാനൊരു കൺവെൻഷനിൽ പാസ്റ്റർ കെ.സി. ജോൺ, പൗരുഷന്റെ ചെയർമാൻ കെ.സി. ജോൺ പ്രസംഗിച്ച ഒരു പ്രസംഗം നമുക്കറിയാവുന്ന ഒരു കൊച്ചു പ്രസംഗമാണ്. അദ്ദേഹം പറഞ്ഞ എൻ്റെ മനസ്സിൽ പൊങ്ങി വരുന്നത് ഇങ്ങനെയാണ്: 6000 ഭൂതങ്ങളൊരു മനുഷ്യനെ, ഗദരദേശത്തിന്റെ ഭൂതഗ്രസ്തനെ കുറിച്ച് അദ്ദേഹം പ്രസംഗിക്കുക. അദ്ദേഹത്തിന്റെ പഴയകാല പ്രസംഗം, ആവേശം കൊണ്ട് പ്രസംഗിക്കുന്ന സ്തോത്ര സുന്ദരമായിരിക്കുന്ന വ്യാഖ്യാനം അദ്ദേഹം പ്രസംഗിച്ചത് ഇപ്പോഴും ക്രൈസ്റ്റ് സെന്ററിൽ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ പൊങ്ങി വരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു വിശ്വാസിയായിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ചെറിയ ക്ലിപ്പ് പരിശുദ്ധമായ എൻ്റെ മനസ്സിലേക്ക് തരിക. അത് ഇപ്രകാരമാണ് അദ്ദേഹം പറഞ്ഞത്: 6000 ഭൂതങ്ങൾ അദ്ദേഹത്തെ കല്ലറയിൽ കൊണ്ട് പാർപ്പിച്ചിരിക്കുക, സ്വന്തം വീടും ബന്ധുക്കളുമുള്ള ആളെ. എന്നിട്ട് അദ്ദേഹം വ്യാഖ്യാനിച്ചത് ഇങ്ങനെയാണ്: ഇടയ്ക്കിടയ്ക്ക് ആ ഭൂതഗ്രസ്തൻ നിലവിളിക്കുമായിരുന്നു. കടുംതൂക്കുള്ള പ്രദേശമാണ്, താഴെ കടലാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഈ മനുഷ്യൻ, കല്ലറയിൽ കിടക്കുന്ന മനുഷ്യന് ഇടയ്ക്ക് സുബോധം വരും. ഇടയ്ക്ക് സുബോധം വരുമ്പോൾ ഈ മനുഷ്യൻ വീട്ടിലേക്ക് ഓടും. സ്തോത്രം. അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനമാണ്: വീട്ടിലേക്ക് ഓടും, നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. വീട്ടിലേക്ക് ഓടുന്ന വഴിക്ക് 6000 ഭൂതങ്ങൾ അദ്ദേഹത്തെ ആക്രമിക്കും. സുബോധം നഷ്ടപ്പെടും. അദ്ദേഹം വീണ്ടും കല്ലറയിലേക്ക് മടങ്ങിപ്പോകും. ഇങ്ങനെ വർഷങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി സ്തോത്രം ഇവന് ബോധം വരുന്ന സമയത്ത് ഓടും. ഓടി കുറെ ചെല്ലുമ്പോൾ കടുംതൂക്കിലൂടെയാണ് ഓടുന്നത്. താഴെ കടലാണ്, കുത്തനെയുള്ള ഇതുപോലെ അരിഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. ഇങ്ങനെ ഓടുന്ന സമയത്ത് ദുഷ്ടാത്മശക്തികൾ വിചാരിച്ചത് യേശു ഇവനെ കൂടി കാണുന്നതിനേക്കാൾ മുമ്പ് ഇവൻ കാല് തല്ലി വീണാണെങ്കിൽ കടലിൽ പോയി ചാമണം. കാരണം ഇവന്റെ അകത്ത് വ്യാപരിച്ചിരുന്ന അശുദ്ധാത്മാക്കളുടെ ടെൻഡൻസി. 6000 ഭൂതങ്ങൾ 2000 പന്നിയിലേക്ക് കയറിയപ്പോൾ അവർ നാട് വിട്ടുപോയി എന്നല്ല, അശോത്ര കടലിൽ ചാടി എന്ന് എഴുതിയിരിക്കുന്നത്. അവന്റെ ഉള്ളിൽ വ്യാപരിച്ചത് അവൻ യേശുവിനെ കാണുന്നതിനേക്കാൾ മുമ്പ് ഈ കടലിൽ ചാടി കാല് തല്ലി വീണ് ഉപ്പുവെള്ളം കുടിച്ച് മരിക്കണം, മൃതശരീരം പോലും കിട്ടരുതെന്നാണ്. എന്നാൽ സ്വർഗം നിശ്ചയിച്ചിരുന്നു, നീ ഒരു ദേശത്തിന്റെ അപ്പോസ്തലനാകണം. യേശു പറയുന്നു ഇന്ന് രാത്രികാലം, യേശു പറയുന്നു ഇന്ന് രാത്രികാലം ദ്രവത്വം കാണണമെന്ന് 6000 ഭൂതങ്ങൾ ഒരുമിച്ച് സംഘം ചേർന്ന് ആഗ്രഹിച്ചാലും ഒരിക്കൽ പോലും ഈ കടുംതൂക്കിന്റെ വിളിമ്പിലൂടെ ഓടുമ്പോൾ കാല് തല്ലി വീണാണെങ്കിലും തള്ളിയിട്ടാണെങ്കിലും താഴെ പോകാൻ അനുവദിക്കാത്തൊരു ദൈവമുണ്ടെങ്കിൽ, ആത്മാവിൽ ആരാധിക്കുന്ന ദൈവവൈതലേ, പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, ഈ പട്ടണത്തിൽ ദൈവത്തിന്റെ ദാസന്മാരോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്ന ദൈവവൈതലേ, നശിക്കാനായിരുന്നെങ്കിൽ എന്നെ പോയേനെ. പൊട്ടട്ടെ ദൈവത്തിന്റെ കൃപയിൽ. രണ്ടാമത്തെ രാത്രി സാത്താൻ ലജ്ജിക്കട്ടെ, ദൈവകൃപ വ്യാപരിക്കട്ടെ. ആത്മാവിൽ പറ, ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ എന്നെ ചെയ്തേനെ, ഇനി അത് നടക്കില്ലട പിശാചേ. നിങ്ങൾ പേടിക്കണ്ട. ചിലർ മനസ്സിൽ പറയൂ, അങ്ങനെയൊന്നും പറയല്ലേ പാസ്റ്ററേ, ആർക്കറിയാം. നിങ്ങൾ ധൈര്യമായി പറ, ഇല്ല, ഇനി എൻ്റെ കുടുംബത്തിൽ നടക്കില്ലത്, ഇനി എൻ്റെ വീട്ടിൽ നടക്കില്ലത്. അങ്ങനെ നടക്കാനായിരുന്നെങ്കിൽ, മരിക്കാനായിരുന്നെങ്കിൽ, ഡിവോഴ്സിനായിരുന്നെങ്കിൽ എന്നെ നടന്നേനെ. എൻ്റെ കുടുംബ ജീവിതം ദ്രവത്വം കാണില്ല, എൻ്റെ മകളുടെ കുടുംബം ദ്രവത്വം കാണില്ല. അതിനു വേണ്ടി ആരും വ്യാമോഹിക്കണ്ട. യേശുവിന്റെ നാമത്തിൽ ഈ പ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥനയിൽ സ്വർഗത്തിലെ ദൈവം ദ്രവത്വം കാണുമെന്ന് സാത്താൻ വിധിച്ച വിഷയം, ചിലരുടെ തലയിൽ കൈവച്ച് പ്രാഗിയ വിഷയം സ്വർഗം ഇന്ന് രാത്രികാലം എടുത്തു മാറ്റിയിട്ട് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവാത്മാവിന്റെ ജയാരവം ദൈവസഭയ്ക്കകത്തു നിന്ന് മുഴങ്ങട്ടെ. പരിശുദ്ധാത്മാവ് ഇടപെട്ടിട്ട് പറയട്ടെ, കർത്താവാണ് വലിയവൻ, അവനാണ് പറയേണ്ടത്. ഞാൻ ദ്രവത്വം കാണണോ, ഞാൻ ഇങ്ങനെ തീരണോ, ഞാൻ നാട് വിട്ടു പോകണമോ, ഞാൻ അപമാനിച്ചില്ലാതാകണമോ എന്ന് തീരുമാനിക്കേണ്ടത് ഇവിടത്തെ ഒരു ദുഷ്ടപിശാചുമല്ല, 6000 ഭൂതമല്ല, പരീശന്മാരല്ല, എനിക്കെതിരെ കാശ് മേടിച്ച് കൈയെടുത്ത് നടത്തുന്നവരല്ല. ശിഖാന സക്കീരിയ സന്ദര റമൽഖന ദരാജന ഹടഗജനാദിയാന. കർത്താവേ, മഹത്വം 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 മഹത്വം. ദൈവനാമത്തെ ഉയർത്തുന്നു. സ്വർഗം ഈ പ്രാർത്ഥനയുടെ 2ാം നാളിൽ കർത്താവ് ഗതി തിരിച്ചു വിടുകയാണ്. സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ഇല്ലാതാക്കാൻ, ദ്രവത്വം കാണിക്കാൻ ശക്തമായി അടരാടിയ അന്ധകാര ശക്തികളെ ഇന്ന് രാത്രികാലം തുരുത്തി പായിച്ചുകൊണ്ട് പറയുന്നു, സ്വർഗം ഇന്ന് രാത്രി ഞാൻ സമ്മതിക്കാതെ ഒന്നും നടക്കില്ല മോനെ, ഇല്ല 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 എന്ന് ദൈവം നിന്റെ അടുക്കൽ നിന്ന് പറയുമ്പോൾ അപ്പാ എന്ന് വിളിച്ച് നന്ദി പറയാൻ എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്. അവർ സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ.
താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിന് നന്ദിയോടൊരു സ്തോത്രം ചെയ്താട്ടെ. ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് പഴയ കടലാസ് പൊടിയുന്നത് പോലെ ചില കാര്യങ്ങൾ പൊടിഞ്ഞ് ഉപയോഗശൂന്യമാകാൻ അങ്ങനെ വരുത്തി തീർക്കാൻ നോക്കിയ വിഷയം സ്വർഗം ഈ പ്രാർത്ഥനയിൽ എടുത്തിട്ടുണ്ട്. ആ ഫയൽ ഈ പ്രാർത്ഥനയിൽ എടുത്തിട്ടുണ്ട്. മൊർദെഖായിയുടെ പഴയ പ്രമോഷൻ്റെയോ ഉയർച്ചയുടെയോ ഫയല് മുക്കി വെച്ചിരുന്നത് തക്ക സമയത്ത് എടുത്തതുപോലെ 3 ദിവസത്തെ ഉപവാസം കഴിഞ്ഞപ്പോൾ ശൂഷൻ രാജധാനിയിലെ ഭണ്ഡാരഗ്രഹത്തിനകത്ത് അനേക ഫയൽക്കെട്ടുകളുടെ അടിയിൽ പോയ ഫയല് സ്വർഗം പൊക്കിയെടുത്തതുപോലെ പൊടിയാൻ തുടങ്ങിയ ചില വാഗ്ദത്തങ്ങൾ, ദ്രവിക്കാൻ തുടങ്ങിയ ചില വിഷയങ്ങൾ സ്വർഗം ഇന്ന് രാത്രി പൊക്കിയെടുക്കുന്നു. സ്പെഷ്യൽ മാറ്ററുകൾ ഈ പ്രാർത്ഥനയിൽ ദൈവം പരിഗണിക്കും. സഭ ഒത്തിരി കരഞ്ഞത്, ദൈവദാസന്മാർ ഒത്തിരി സഹിച്ചത്, അതിൻ്റെ അതിപ്രധാനമായിരിക്കുന്ന ഭാഗങ്ങൾ ദൈവം സ്തോത്രം നിർണയിക്കും. ഞാൻ അല്പം കൂടി വിശദീകരിക്കട്ടെ. സ്തോത്രം. പ്രവചനത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകൾ പറയുന്നതും എഴുതിയിരിക്കുന്നതും ഇപ്രകാരമാണ്. സ്തോത്രം. ഒരു പ്രവചനം, ഇതൊരു പ്രവചനമാണ്. അപ്പൻ മകനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയില്ല. ഈ പ്രവചനം നിറവേറണമെങ്കിൽ അനവധി അസാധ്യതകളെ തരണം ചെയ്യണം. ഞാൻ വായിച്ചിരിക്കുന്ന ഒരു പുസ്തകത്തിനകത്ത് പ്രവചനത്തെക്കുറിച്ച്, ഇതാണ് പ്രവചനം, പ്രവചനത്തിൻ്റെ സാധ്യത എത്ര വലുതാണ്, പ്രവചനമുള്ളതാണ്, പ്രവചനം ഒരു കൃപയാണ്, സഭയ്ക്ക് സഭാവർദ്ധനവിന് വളർച്ചയ്ക്കൊക്കെ ഉപകരിക്കുന്ന ആശ്വാസത്തിനും ബലത്തിനൊക്കെ ഉള്ളതാണ് പ്രവചനം. പിരിവുകളില്ലാത്ത ഒരു ഫേസ് മാത്രമുള്ളൊരു പ്രവചനം. സ്തോത്രം എന്ന് പറഞ്ഞാൽ സ്തോത്രം, വേറെ ഞാൻ നിന്നെ അനുഗ്രഹിക്കാമെന്നോ അല്ലെങ്കിൽ ഞാൻ നിന്നെ ഉയർത്താമെന്നോ പറയുന്ന അതിനകത്ത് വേറെ ഡിമാൻഡുകളില്ലാത്തൊരു പ്രവചനം നിറവേറി കിട്ടണമെങ്കിൽ മിനിമം 25 അസാധ്യതകളെ തരണം ചെയ്യണം. പല പ്രവചനവും നിറവേറിയത് നമ്മൾ വിചാരിക്കാതെ പല അസാധ്യതകളെ തരണം ചെയ്തുകൊണ്ടാണ്. നമ്മോട് പറഞ്ഞിരിക്കുന്ന പല വാഗ്ദത്തങ്ങൾക്കും എതിരുണ്ട്, തടസ്സമുണ്ട്. അതിനെ തരണം ചെയ്തുകൊണ്ടാണ് പലതും നിറവേറുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പല അസാധ്യതകൾ തരണം ചെയ്തെങ്കിലേ നിറവേറാൻ പറ്റുള്ളൂ. ഞാൻ ഉദാഹരണം പറയാം, ഞാൻ ആ കാര്യത്തിനെ തെളിയിക്കാൻ വേണ്ടി. സ്തോത്രം. ഒരു പ്രവചനമാണെന്ന് വിചാരിച്ചോ. സപ്പോസ് ഉദാഹരണത്തിന് വേണ്ടി പറയുക, ഞാൻ ഇന്ന് രാവിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഇവിടെ വന്നു. ഈ വലിയ ബിൽഡിങ്ങിൻ്റെ 6ാം നിലയിൽ അനുഗ്രഹീത സഭയുടെ കൂട്ടായ്മ നടക്കുകയാണ്. അപ്പം ഞാൻ പോരാൻ നേരത്തൊരു പ്രവാചകൻ എന്നോട് പറഞ്ഞു വിട്ടുന്നിരിക്കട്ടെ, ഷാജി പാസ്റ്ററെ, ഇന്ന് ബ്രദർ സുരേഷ് ബാബുവിൻ്റെ ചർച്ചിലേക്ക് താങ്കൾ പ്രസംഗിക്കാൻ കയറുന്നതിനേക്കാൾ മുമ്പ് ഒരു പഴത്തൊലിയിൽ ചവിട്ടി വീഴും. പ്രവചനമാണ്. ആ പ്രവചനം നടക്കണമെങ്കിൽ വ്യാഖ്യാതാക്കൾ പറയുന്നു മിനിമം 25 അസാധ്യതകളെങ്കിലും തരണം ചെയ്തിരിക്കണം. ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അച്ചോടെ തെളിയിക്കാം. എന്താണ് അസാധ്യത? അത് പ്രവചനമായി നിറവേറണമെങ്കിൽ ഞാനിവിടെ വരുന്നതിനേക്കാൾ മുമ്പ് ആരെങ്കിലും പഴം തിന്നിട്ട് തൊലി ഇവിടെ ഇട്ടിരിക്കണം. ആരും പഴം തിന്നില്ലെങ്കിൽ പ്രവചനം തെറ്റും. കല്ലേ തട്ടി വീണാൽ പ്രവചനം തെറ്റും. വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാല് തെറ്റി വീണാൽ പ്രവചനം തെറ്റും. പ്രവചനം പഴത്തൊലി ചവിട്ടി വീഴണമെന്നാണ്. അപ്പം പഴത്തൊലി അവിടെ കാണണം. പഴം തിന്ന് ആരെങ്കിലും തൊലി ഇട്ടാലും ഞാൻ വരുന്ന വഴിക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പഴത്തൊലി ഞാൻ കണ്ടാൽ പ്രവചനം തെറ്റും. ഞാൻ കണ്ടാൽ ചവിട്ടു. അപ്പം ഞാൻ കാണരുത്. 3, എൻ്റെ കൂടെ വരുന്നയാൾ ഞാൻ കണ്ടില്ലെങ്കിൽ അദ്ദേഹം കണ്ടു, അദ്ദേഹം പറഞ്ഞു പാസ്റ്ററെ ചവിട്ടരുത് പഴത്തൊലി, പ്രവചനം തെറ്റും. ഇനി സ്തോത്രം, അദ്ദേഹവും കണ്ടില്ല, പഴത്തൊലി അവിടെ ഇട്ടാലും ഞാൻ ചവിട്ടാതെ കാല് കവച്ച് വെച്ചാൽ പ്രവചനം തെറ്റും. ഞാൻ ചവിട്ടിയിട്ടും തെന്നിയില്ലെങ്കിൽ പ്രവചനം തെറ്റും. ഞാൻ തെന്നിയപ്പോഴേക്കും എൻ്റെ കൂടെ നിന്നവൻ പിടിച്ചാൽ പ്രവചനം തെറ്റും. അല്ലേ? ഇങ്ങനെ സ്തോത്രം പല തടസ്സങ്ങളെ തരണം ചെയ്തെങ്കിലേ ഒരു പ്രവചനം നിറവേറി കിട്ടുള്ളൂ. നമ്മുടെ ജീവിതത്തിലൊക്കെ പല കാര്യങ്ങൾ ദൈവം പറഞ്ഞു വെച്ചത്
നടക്കാതിരിക്കാൻ ഇതുപോലത്തെ പല അടവുകൾ സാത്താൻ ചെയ്തിട്ടും പറഞ്ഞത് ദൈവമാണെങ്കിൽ അസാധ്യതകളെ തരണം ചെയ്തുകൊണ്ട് ദൈവം നടത്തിയിരിക്കും. അതാ പ്രവചനത്തിൻ്റെ പവർ എന്ന് പറയുന്നത്. ദൈവം പറഞ്ഞ പ്രവചനത്തിന് അസാധാരണകൾ കണ്ടേക്കാം. ഒരിക്കലും നടക്കാതിരിക്കാൻ, ഒരിക്കലും സംഭവിക്കാതിരിക്കാൻ ഇതുപോലത്തെ പ്രശ്നങ്ങൾ വന്നേക്കാം. പക്ഷെ ദൈവം പറഞ്ഞത് ദൈവം നടത്തിയിരിക്കും. ഇതാ ഞാൻ 4 സുവിശേഷത്തിൽ നിന്ന് 4 വാക്യങ്ങൾ വായിച്ച് ഈ പ്രവചനം നിറവേറിയത് എങ്ങനെയാണ്. ഏത്? ഈ എൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞ പ്രവചനം നിറവേറിയത് എങ്ങനെയാണെന്ന് വിശദീകരിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ അവസാന ഭാഗത്തേക്ക് വരികയും ചെയ്യാം. സ്തോത്രം. ശ്രദ്ധിക്കാം നമുക്ക് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് 1-2 വാക്യങ്ങൾ എനിക്ക് വായിച്ചു തന്നാൽ ഉപകാരമായിരിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 55-ാമത്തെ വാക്യം നിങ്ങൾക്കൊന്ന് വായിക്കാമോ? 26-ാമത്തെ അധ്യായം 55-ാമത്തെ വാക്യം. കഷ്ടാനുഭവത്തിൻ്റെ ആഴ്ചകളിൽ നിന്ന് സ്തോത്രം നമ്മൾ ചില വാക്യങ്ങൾ വായിക്കുകയാണ്. എന്താ വായിച്ചു? ആ നാഴികയിൽ യേശു പുരുഷാരത്തോട്, ഒരു കള്ളന്റെ നേരെ എന്ന പോലെ നിങ്ങൾ എന്നെ പിടിപ്പാൻ വാളും വടിയുമായി വന്നിരിക്കുന്നു. ഞാൻ ദിവസേന ഉപദേശിച്ചുകൊണ്ട് ദേവാലയത്തിൽ ഇരുന്നിട്ടും നിങ്ങൾ എന്നെ പിടിച്ചില്ല. എന്നാൽ ഇതൊക്കെയും പ്രവാചകന്മാരുടെ എഴുത്തുകൾ നിവൃത്തിയാകേണ്ടതിന് സംഭവിച്ചു എന്ന് പറഞ്ഞു. അടുത്ത വാക്ക്. അപ്പോൾ ശിഷ്യന്മാർ എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. സംഭവം നടക്കുന്നത് ഗെത്സമനിയിലാണ്. ഈ പ്രവചനത്തിന് ചുവട് പിടിച്ചുകൊണ്ട് നമ്മൾ അവിടെ മുതൽ ചിന്തിക്കുകയാണ്. ഗെത്സമന തോട്ടത്തിൽ വെച്ച് കർത്താവ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്ന കർത്താവിൻ്റെ അവസാനത്തെ പെസഹ രാത്രി യെരൂശലേമിലെ മാളിക മുറിയിൽ വെച്ച് അരിമ ശിഷ്യന്മാരുമായി പെസഹ ആചരിച്ച അനന്തരം ആ മാളിക മുറിയുടെ പടിക്കെട്ടുകൾ താഴേക്ക് ഇറങ്ങി വന്ന് കെട്ടിപ്പിടിച്ച് എല്ലാവരും സ്തോത്രം പാടി ഒരു പക്ഷേ നെറ്റിയിൽ ശിഷ്യന്മാർക്ക് ചുംബനം കൊടുത്ത അനന്തരം, അങ്ങനെ ആയിരിക്കാം സ്നേഹമുള്ള ആ കർത്താവ് ഒലൂമലയിലെ സ്തോത്രം ഗെത്സമനിയിലേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കെദ്രോൻ തോട് കുത്തിക്കയറി യൂദാസിൻ്റെ നേതൃത്വത്തിൽ റോമൻ പട്ടാളക്കാർ യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത്. ഇപ്പോൾ ഗെത്സമന തോട്ടത്തിനകത്തേക്ക് കയറി സ്തോത്രം വന്നിരിക്കുന്ന സമയത്ത് ഇവർ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന വഴിക്ക് കർത്താവ് പുറത്തേക്ക് വന്നു എന്നാണ് യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. ഇത് ചോദിച്ചു, നിങ്ങൾ ആരെ തിരിയുന്നു? യേശുവിനെയാണ്. അപ്പോൾ കർത്താവ് ഒരു ചോദ്യം ചോദിക്കുന്നു. മത്തായി എഴുതിയിരിക്കുന്നു, ഒരു കള്ളനെ, അങ്ങനെയല്ലേ വായിച്ചത് 55, യേശു പുരുഷാരത്തോട്, ഒരു കള്ളന്റെ നേരെ എന്ന പോലെ നിങ്ങൾ എന്നെ പിടിക്കാൻ വേണ്ടി വാളും വടിയുമായി വന്നിരിക്കുന്നു. ഞാൻ ദിവസേന ഉപദേശിച്ചുകൊണ്ട് ദൈവാലയത്തിൽ ഇരുന്നിട്ട് നിങ്ങൾ എന്നെ പിടിച്ചില്ല. അതിൻ്റെ യുക്തി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? യേശു വച്ചതിൻ്റെ അർത്ഥം എന്താ? ഞാൻ പിടികിട്ടാ പുള്ളിയൊന്നും അല്ലല്ലോ, ഞാൻ മുങ്ങി നടക്കുന്ന ആളല്ലല്ലോ. ഇന്നലെയും കൂടി നിങ്ങളുടെ ദൈവാലയത്തിനകത്ത് വന്ന് ഉപദേശിച്ച് നിന്നവനല്ല ഞാൻ. അവിടെയൊന്നും വെച്ച് അറസ്റ്റ് ചെയ്യാതെ ഒരു പ്രത്യേക നാടകീയ രംഗം സൃഷ്ടിച്ച് പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്ന ഈ സ്ഥലത്ത് പുരുഷാരവും ആളുകളും ഇല്ലാത്ത ഞാനും എൻ്റെ ശിഷ്യന്മാരും മാത്രമുള്ള ഈ സ്ഥലത്ത് ഈ രാത്രി ഭയങ്കര സീനൊക്കെ ഉണ്ടാക്കി സ്തോത്രം വാളും വടിയുമൊക്കെ ആയിട്ട് ഒരു കള്ളന്റെ നേരെ വരുന്നത് പോലെ വരുന്നതിൻ്റെ യുക്തി എന്ത് എന്നാണ് യേശു ചോദിച്ചത്. എന്നിട്ട് യേശു തന്നെ ആത്മകഥം പറയുന്നു, അല്ല, പ്രവാചകന്മാർ പറഞ്ഞതെല്ലാം നിവൃത്തിയാകണമെങ്കിൽ ഇങ്ങനെ സംഭവിക്കണം എന്ന് പറഞ്ഞിട്ട് യേശു തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടത് എന്താണെന്നറിയാമോ? മത്തായി എഴുതിയിരിക്കുന്നു, നിങ്ങൾ വായിച്ചോ, പിടിച്ചോ. അത് എന്താ കണ്ടത്? ശിഷ്യന്മാരെല്ലാവരും എന്ന് പറഞ്ഞാൽ പത്രോസും യോഹന്നാനും അന്ത്രയോസും ഫിലിപ്പോസും അടങ്ങുന്ന ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ടിട്ടോടിപ്പോയി. അതിനകത്ത് എന്താ കാര്യം എന്നല്ലേ പറയാം. സ്തോത്രം. യേശുക്രിസ്തു മരിച്ചാൽ ദ്രവത്വം കാണാൻ അവിടെ നിൽക്കട്ടെ. ഈ കർത്താവിൻ്റെ മൃതശരീരം ഏറ്റെടുക്കാൻ, ഇതെവിടെയെങ്കിലും കൊണ്ടുപോയി ഒന്ന് സംസ്കരിക്കാൻ ഈ ലോകത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ 12 പേരുള്ളൂ. ഞാൻ പറഞ്ഞത് ശരിയാണോ? യേശുക്രിസ്തു ജനിച്ചു വളർന്ന മതം യഹൂദ മതത്തിന് കർത്താവിനെ വേണ്ട. യേശുവിൻ്റെ കുടുംബക്കാർ, യേശുവിന് ഭൂതമുണ്ടെന്നാണ് പറയുന്നത്, അവർക്കവനെ വേണ്ട. പഞ്ചായത്തിന് വേണ്ട, പുരുഷാരത്തിന് വേണ്ട, ആർക്കും വേണ്ട. പിന്നെ കർത്താവിൻ്റെ ശരീരം ഒന്ന് ഏറ്റെടുക്കണമെങ്കിൽ പോലും ഈ 12 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ഒരു സീനുണ്ടാക്കി ഒരു ഭയാനകമായ രീതിയിൽ പട്ടാളം യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ തോട്ടത്തിൽ നിന്ന് കൂടെ നിൽക്കേണ്ടവർ ഇട്ടിട്ടോടി. ഇപ്പോൾ യേശു ഒറ്റയ്ക്കായി. പിശാച് വിചാരിച്ചു കർത്താവിനെ ക്രൂശിച്ചാൽ
ഇനി ഇവൻ്റെ മൃതശരീരം പോലും ഏറ്റെടുക്കാൻ ആരും ഉണ്ടാകില്ല. അപ്പം അവിടെ കിടന്ന് പഴുത്തോളും എന്നാ വിചാരിച്ചത്. പക്ഷേ ഒന്നാമത്തെ സുവിശേഷം വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്തൊരു മരവിപ്പുണ്ട്. ഇലക്ഷൻ നടക്കുമ്പോൾ, വോട്ടെണ്ണൽ നടക്കുന്ന സമയത്ത് ചില ബൂത്തുകൾ എണ്ണുമ്പോൾ നമ്മുടെ പാർട്ടിക്ക് ഭൂരിപക്ഷം കുറയുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു വാട്ടം ഇപ്പം നിങ്ങളുടെ മുഖത്തുണ്ട്. സ്തോത്രം, മനസ്സിലായോ? അടുത്ത ബൂത്ത് എണ്ണുമ്പോഴാണ് ഇവന് കയറി വരുന്ന എണ്ണം, അല്ലേ? അതുപോലെ ഇപ്പോഴത്തെ ഇത് വായിച്ചപ്പോൾ യേശുവിനെ സ്വീകരിക്കേണ്ടവർ പോലും ഇട്ടിട്ട് പോയല്ലോ എന്നൊരു നിരാശയുണ്ട്. പേടിക്കണ്ട, അടുത്ത ബൂത്ത് എണ്ണുമ്പോൾ കാര്യം തിരിഞ്ഞു വരും. സ്തോത്രം. ഇവിടെ ഇട്ടിട്ട് പോയി, യേശു ഒറ്റയ്ക്കായി പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. അടുത്ത സുവിശേഷത്തിലേക്ക് പോരെ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 42-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങൾക്ക് സ്തോത്രം ഒന്ന് വായിച്ചു തന്നാൽ ഉപകാരമായിരിക്കും. 15-ാം അധ്യായം 42-ാമത്തെ വാക്യത്തിലേക്ക് വരാമോ? വൈകുന്നേരമായപ്പോൾ ശബത്തിന്റെ തലേനാളായ നാൾ ആകൊണ്ട് ശ്രേഷ്ഠമന്ത്രിയും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ അരിമഥ്യയിലെ യോസെഫ് അന്ന് ധൈര്യത്തോടെ പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം ചോദിച്ചു. അടുത്ത വാക്ക്, അവൻ മരിച്ചു കഴിഞ്ഞുവോ എന്ന് പീലാത്തോസ്. ആ ചോദ്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോളാം കേട്ടോ. അവൻ മരിച്ചു കഴിഞ്ഞുവോ എന്ന് പീലാത്തോസ് ആശ്ചര്യപ്പെട്ട് ശതാധിപനെ വിളിച്ചു. അവൻ മരിച്ചിട്ട് ഒട്ടുനേരമായോ എന്ന് ശതാധിപനോട് വസ്തുത ചോദിച്ചറിഞ്ഞിട്ട് ഉടൽ യോസെഫിന് നൽകി. മതി. സ്തോത്രം. കേട്ടെ, അപ്പൊ 12 പേര് മത്തായിയുടെ സുവിശേഷത്തിൽ വെച്ച് ഇട്ടിട്ട് പോയി. ഇനി യേശുവിനെ ക്രൂശിച്ചാൽ മോർച്ചറിയുടെ വാതൊക്കെ വരാൻ പോലും ആരുമില്ല. മോർച്ചറി അന്നില്ല, പക്ഷേ സ്തോത്രം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ആരുമില്ല. എല്ലാവരും ഇട്ടിട്ട് പോയി. പക്ഷെ മർക്കോസ് എഴുതിയിരിക്കുന്നു, വൈകുന്നേരമായപ്പോൾ ആരാ വന്നത്? സ്തോത്രം. ശബത്തിന്റെ തലേനാളായി ഒരുക്കനാളാകൊണ്ട് ശ്രേഷ്ഠമന്ത്രിയും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ അരിമത്തിയിലെ യോസേപ്പ് വന്ന് ധൈര്യത്തോടെ പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിൻ്റെ ശരീരം ചോദിച്ചു. സ്തോത്രം. കേട്ടെ, ഈ 12 പേര് പോയപ്പോൾ എൻ്റെ ദൈവം, മറ്റേ വാഗ്ദത്തം ഓർക്കുന്നുണ്ടല്ലോ, പ്രവചനം, എൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയില്ല എന്ന് ഭിത്തിയിൽ എഴുതി വെച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങിയ ദൈവം അല്ല ഈ പ്രവചനം പറഞ്ഞത്. സ്തോത്രം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കാനുള്ളവരെ ദൈവം കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. കേൾക്കൂ. ഹല്ലേലൂയ. അപ്പൊ അവര് 12 പേര് പോയപ്പോൾ സ്വപ്നത്തിൽ വിചാരിക്കാത്ത ഒരാൾ രംഗത്ത് വരുന്നു. ആരാണ്? ശ്രേഷ്ഠമന്ത്രി, ദൈവരാജ്യത്തെ കാത്തിരുന്ന അരിമത്തിയിലെ യോസേപ്പ്. അതുവരെ യാതൊരു സാധ്യതയില്ലാത്ത ഒരാള് സാത്താന്റെ പാളയത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ധൈര്യത്തോടെ പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് ചോദിക്കുന്നു, ഇന്ന് ക്രൂശിച്ച 3 പേരിൽ നടുക്ക് ക്രൂശിച്ച യേശു എന്ന മശിഹായുടെ മൃതശരീരം വിട്ടുതരണം. പീലാത്തോസ് പോലും ഞെട്ടിപ്പോയി. ഇതൊരു കോടതിയുടെ പശ്ചാത്തലത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ജഡ്ജി വരെ ഞെട്ടി. കാരണം നീ ഇതിനകത്ത് തലയുടെ നീ ആരും വിചാരിച്ചില്ല ഇങ്ങനെ ഒരാളെ ദൈവം പീലാത്തോസിന്റെ മന്ത്രിസഭയ്ക്കകത്ത് ശമ്പളം കൊടുത്തി വളർത്തുന്നുണ്ടെന്ന് സാത്താൻ കരുതിയില്ല, യഹൂദൻ കരുതിയില്ല, പരീശൻ കരുതിയില്ല. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുന്നത്, നീ വിചാരിക്കാത്തവരെ നീ ദ്രവത്വം കാണാതിരിപ്പാൻ, സഭ ദ്രവത്വം കാണാതിരിപ്പാൻ, നിന്റെ കുടുംബം ദ്രവത്വം കാണാതിരിപ്പാൻ നീ ഒരിക്കലും വിചാരിക്കാത്തവരെ എൻ്റെ ദൈവം നട്ടു വളർത്തിയിട്ടുണ്ട്. അവരൊരു പക്ഷെ നിന്റെ കൂടെ സ്തോത്ര കുടുംബയോഗത്തിന് കാണില്ല, ഒരുപക്ഷെ നിന്റെ കൂടെ പരസ്യയോഗത്തിന് കാണില്ല, നിന്റെ കൂടെ കൺവെൻഷനിൽ മുമ്പിൽ വന്നിരുന്ന് സ്തോത്രം പറയാൻ കാണില്ല. എല്ലാരും ഇട്ടിട്ട് പോകുമ്പോൾ ദ്രവത്വം കാണുമെന്ന് വാശി പിടിക്കുമ്പോൾ അവിടെ രംഗത്തിറക്കാൻ സ്വർഗത്തിലെ ദൈവം കണ്ടുവച്ചിരിക്കുന്ന ചില യോസേപ്പുമാരെ സ്വർഗം ട്രിവാൻഡ്രത്തും കേരളത്തിലും കരുതിയിട്ടുണ്ട്. സ്തോത്രം. ഇന്ന് രാത്രികാലം ഈ സഭയ്ക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. തക്ക സമയമാകുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവരെ രംഗത്ത് കൊണ്ടുവരും. ധൈര്യത്തോടെ ഇന്ന് രാത്രി വിശ്വസിക്ക, നീ കണ്ടവരുടെ കയ്യിലല്ല താക്കോലിരിക്കുന്നത്.
നീ വിചാരിച്ചവരുടെ കയ്യിലല്ല, നിന്റെ കൂടെ നടന്നവരുടെ കയ്യിലല്ല, നിനക്ക് ഓശാന പാടിയവരുടെ കയ്യിലല്ല. ഹല്ലേലൂയ. നിന്റെ സംരക്ഷകരാണെന്നും പറഞ്ഞ് വാളുമായി നടന്നവരുടെ കയ്യിലല്ല സ്വർഗത്തിലെ ദൈവം താക്കോല് കൊടുത്തിരിക്കുന്നത്. നീ വിചാരിക്കാത്ത ഏതോ യോസേപ്പിനെ, നീ വിചാരിക്കാതെ ഏതോ അരിമത്യാക്കാരനെ നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയായി, നിന്റെ സഭയുടെ മറുപടിയായി നീ ദ്രവത്വം കാണാതിരിപ്പാൻ, നീ പട്ടണത്തിൽ അഭിമാനമാകാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത 2023 ഡിസംബർ 12 രാത്രി ഞാനിവിടെ പ്രസംഗിക്കുന്ന സമയം വരെയും സഭ കണ്ടിട്ടില്ലാത്ത ചിലരെ എന്റെ ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തം നിറവേറ്റാൻ ദൈവം കണ്ടുവച്ചിട്ടുണ്ട്. അവരെ രംഗത്തിറക്കാൻ പോകുക ദൈവം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇനി എനിക്ക് ആ വാക്യത്തിൽ അതിനേക്കാൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ മൈൻഡിൽ എനിക്ക് ഇഷ്ടപ്പെട്ട 1-2 കാര്യങ്ങൾ പറയാം. നിങ്ങൾ കേട്ടെ. പീലാത്തോസ് എന്ന ഗവർണറുടെ അടുക്കൽ അരിമത്തിയിലെ യോസേപ്പ് മൃതശരീരം ചോദിച്ചു ചെല്ലുമ്പോൾ അഭ്യസ്തവിദ്യരായ നീതിന്യായ വകുപ്പുകളെ കുറിച്ച് ബോധമുള്ള നിങ്ങളിപ്പോൾ ഇവിടെ ഉണ്ടല്ലോ. വാസ്തവത്തിൽ ജഡ്ജി അവിടെ ചോദിക്കേണ്ട ചോദ്യം എന്താ? പീലാത്തോസ് തന്നെയാണ് ജഡ്ജി. ചോദിക്കേണ്ട ചോദ്യം എന്താ? ഞാൻ ആദ്യം പറഞ്ഞത് ഏതാ? അവന്റെ മൃതശരീരം നീയുമായിട്ടെന്നെ ബന്ധം? അതല്ല യോസേപ്പ് ചോദിക്കണ്ടേ? പക്ഷെ ആ ചോദ്യം ചോദിച്ചില്ലല്ലോ. ആ ചോദ്യം ഇവിടെ ചോദിച്ചില്ലല്ലോ. പക്ഷെ ചോദ്യം എന്തായിരുന്നു? ഉറക്കപ്പറ. സ്തോത്രം. ചോദ്യം ഇതാണ്, അവൻ മരിച്ചോന്നല്ല ചോദിച്ചത്, അവൻ മരിച്ചിട്ട്, സ്തോത്രം, നോക്കി എന്തെഴുതിയിരിക്കുന്ന, അവൻ മരിച്ചു കഴിഞ്ഞോ എന്ന് പീലാത്തോസ് ആശ്ചര്യപ്പെട്ടു. ശതാധിപനെ വിളിച്ചവൻ മരിച്ചിട്ട് ഒട്ടു നേരമായോ എന്ന്. നോക്കൂ, അതൊരു, ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ, സ്തോത്രം, ഒരു കുറ്റാന്വേഷണ മനസ്സോടുകൂടി ആ വാക്ക് കാണണം. യോസേപ്പ് ബോഡി ചോദിച്ചപ്പോൾ എന്നാ നീ എടുത്തോന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കല്ല. കാരണം ഇതൊരു പ്രമാദമായ കേസിന്റെ ബോഡിയാണ്. കോടതി വന്ന് ചോദിച്ചപ്പോൾ ജഡ്ജി ചോദ്യകർത്താവിനോട് ചോദിച്ചു, അവൻ മരിച്ചു കഴിഞ്ഞുവോ? അങ്ങനെ ചോദ്യം ചോദിക്കാൻ കാരണം കേട്ടോ, പറയാം. പീലാത്തോസ് ഒരുപാട് കുറ്റവാളികളെ ശിക്ഷ നടപ്പിലാക്കിയിട്ടുള്ളതാണ്. ക്രൂശീകരണം അന്നത്തെ പൊതുവായ ഏറ്റവും ധാരണമായിരിക്കുന്ന കഠിനമായൊരു ശിക്ഷാ നടപടിയാണ്. ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങൾ സത്യമാണ് പറഞ്ഞതെങ്കിൽ ആരോഗ്യ ദൃഢഗാത്രനായ ഒരു 10, 30, 35 വയസ്സ് പ്രായമുള്ള ആരോഗ്യമുള്ളൊരു ചെറുപ്പക്കാരനെ ക്രൂശിച്ചാൽ ശരാശരി 12 മണിക്കൂർ വരെ എടുക്കാം മരണം സംഭവിക്കാൻ. സ്തോത്രം. കാരണം കുത്തിക്കൊല്ലുന്നത് പോലെ, വെട്ടിക്കൊല്ലുന്ന പോലെ ഒറ്റയടിക്ക് കൊല്ലുകയല്ല, വെടിവെച്ച് കൊല്ലുന്ന പോലെ, തൂക്കിലിടുന്ന പോലെ കൊല്ലുകയല്ല. ആണിയിൽ തറച്ച് ക്രൂശിലിട്ട് കഴിഞ്ഞാൽ, സ്തോത്രം, ക്രൂശിൽ കിടന്ന് ശ്വാസം വലിക്കാൻ പറ്റാതെ, 2 കൈകളും ആണിയടിച്ചിരിക്കുമ്പോൾ ശ്വാസം വലിക്കാൻ പറ്റാതെ മണിക്കൂറുകൾ കൊണ്ട് ഇഞ്ചിഞ്ചായി മരിക്കുകയാണ്. യേശുക്രിസ്തു 33 വയസ്സുള്ള ആരോഗ്യ ദൃഢഗാത്രനായ ചെറുപ്പക്കാരനാണ്. കുറ്റവാളിയായിട്ട് ഇടികൊണ്ട് ചതഞ്ഞൊരു ശരീരം, അന്ന് അടികൊണ്ടിട്ടുണ്ട്, പക്ഷേ ക്രിസ്തു ആരോഗ്യമുള്ളവനാണ്. പീലാത്തോസിനും പിശാചിനും അറിയാം, യേശുക്രിസ്തുവിനെ ക്രൂശിച്ചാൽ മരണം നടക്കണമെങ്കിൽ മണിക്കൂറുകൾ പിടിക്കും. ഇനി നിങ്ങൾ കേട്ടെ, യേശുവിനെ ക്രൂശിക്കാൻ തെരഞ്ഞെടുത്ത സമയം ഒരു ക്രിട്ടിക്കൽ ടൈമാണ്. 2 നിയമങ്ങൾക്കിടയിലാണ് യേശു ക്രൂശിക്കപ്പെടുന്നത്. ഒന്ന്, സ്തോത്രം, റോമൻ ഗവൺമെന്റിന്റെ നിയമം ഇതാണ്: കുറ്റം തെളിയിക്കപ്പെട്ട് ക്രൂശിലേറ്റിയ കുറ്റവാളി, സ്തോത്രം, പിന്നീട് ഏതൊക്കെ സമ്മർദ്ദങ്ങൾ ഉണ്ടായാലും മരണം ഉറപ്പാക്കാതെ ക്രൂശിയെ നിറക്കാൻ പാടില്ല. സ്തോത്രം. അതുകൊണ്ടാണ് 2 കള്ളന്മാരുടെ മരണം ഉറപ്പാക്കാൻ വേണ്ടി കാലൊടിച്ചത്. രണ്ടാമത്തത് യഹൂദ മതത്തിൻ്റെ നിയമമാണ്. കർത്താവ് യഹൂദ മതത്തിന് കീഴെ വന്നതുകൊണ്ട് യഹൂദ മതത്തിൻ്റെ നിയമം ഇതാണ്: മരണം സംഭവിക്കുന്നയാൾ മരിക്കുന്നത് ശബത്തിനോടനുബന്ധപ്പെട്ടോ ശബത്ത് തുടങ്ങിയതിന് ശേഷമാണെങ്കിൽ മൃതശരീരം ഏറ്റെടുക്കാനും സംസ്കരിക്കാനും ശബത്ത് കഴിയാതെ നടക്കുകയില്ല. നിങ്ങൾ വേദപുസ്തക വായനയിൽ ഓർമ്മയുണ്ടോയെന്നറിയില്ല, യേശുവിനെ ക്രൂശിക്കുന്നത് ശബത്തിൻ്റെ തലേനാളായ ഒരുക്ക നാളിലാണ്. യഹൂദൻ്റെ ശബത്ത് ആരംഭിക്കുന്നത് ഒരു ദിവസം ആരംഭിക്കുന്നു, നമ്മുടെ ദിവസം ആരംഭിക്കുന്നത് രാത്രി 12 മണിക്കല്ല. നെഹമ്യാവിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ പറയുന്നു,
യഹൂദന്റെ പട്ടണത്തിൽ ഇരുട്ട് പരക്കാൻ തുടങ്ങുമ്പോൾ കടകൾ അടയ്ക്കണം, കമ്പോളം അടയ്ക്കണം, ശബത്ത് ആരംഭിക്കുന്നു. മധ്യപൂർവ്വദേശത്ത് സ്വാഭാവികമായിട്ടും വൈകുന്നേരം 5:30, 6, 6:30 മണിക്ക് ഇരുട്ട് പരക്കും. ഇരുട്ട് പരന്നാൽ യഹൂദന്റെ ദേവാലയത്തിൽ നിന്ന് ശബത്തിൻ്റെ സ്തോത്രം ഉച്ചനാദം, അതിൻ്റെ സ്തോത്രം, അതിൻ്റെ എന്നിട്ട് എന്താ പറയുക, മണിനാഥം മുഴങ്ങും. അപ്പം യേശുവിനെ ക്രൂശിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം വെയിലാറി അതിനോട് ബന്ധപ്പെട്ടാണ്. വിസ്താരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കർത്താവിനെ സ്തോത്രം ആ ക്രൂശീകരണത്തിൻ്റെ സമയവും കാര്യങ്ങളൊക്കെ പരിശോധിച്ചാൽ പീലാത്തോസ് വിചാരിച്ചില്ല യേശുക്രിസ്തു മരിക്കും ഇത്ര പെട്ടെന്നെന്ന്. ശബത്ത് തുടങ്ങിയതിന് ശേഷമാണ് യേശു മരിക്കുന്നതെങ്കിൽ സ്തോത്രം യേശുവിൻ്റെ മൃതശരീരം കുരിശേന്ന് എടുക്കാൻ പറ്റിയല്ല. ശബത്ത് കഴിഞ്ഞ് പെരുന്നാളും കഴിയുമ്പോഴേക്കും മണിക്കൂറുകൾ കഴിയും. പക്ഷെ കർത്താവ് എങ്ങനെ മരിച്ചെന്ന് ഓർമ്മയുണ്ടോ? 7 മൊഴികൾ ക്രൂശിൽ വെച്ച് പറഞ്ഞനന്തരം സ്വന്തം തോളിൽ തലചായ്ച്ചിട്ട് കർത്താവ് തൻ്റെ ആത്മാവിനെ എടുത്ത് പിതാവിൻ്റെ കയ്യിൽ കൊടുത്തു. അതിനർത്ഥം എല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ പിന്നെ കിടന്നില്ല, കർത്താവ് ആത്മാവിനെ എടുത്തു കൊടുത്തു. ഒരുപക്ഷെ ആരോഗ്യത്തോടെ മരിക്കാൻ വേണ്ടി കാത്തു കിടന്നായിരുന്നെങ്കിൽ ശബത്ത് തുടങ്ങിയേനെ. ശബത്ത് തുടങ്ങിയായിരുന്നെങ്കിൽ മൃതശരീരം ക്രൂശിയെ നടക്കാൻ പറ്റാതെ പോയേനെ. അങ്ങനെ ഒരു മൃതശരീരം ക്രൂശിയെ നടക്കാൻ പറ്റാതെ ഒരു രാത്രി ഈച്ചയാട്ടാൻ പോലും ആരുമില്ലാതെ ഗെത്സമന തോട്ടത്തിൽ സ്വത്രം ആ കാൽവരിക്കുന്നിൽ ക്രൂശിൽ കിടന്നാൽ സ്വത്രം ശവമുള്ളിടത്ത് കഴുക്കൾ കൂടുമെന്ന് പറഞ്ഞിരിക്കുന്ന വാക്യമനുസരിച്ച് ആകാശത്തിലെ പക്ഷികളും കാട്ടുമൃഗങ്ങളും വന്ന് കർത്താവിൻ്റെ മൃതശരീരം കടിച്ചു കീറി സ്വത്രം നേരം വെളുക്കുമ്പോഴത്തേക്കും ഇല്ലാതെയാക്കിയേക്കാം. പക്ഷെ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനാകയാൽ സ്തോത്രം ശബത്തിന് മുമ്പ് യേശു ക്രിസ്തു പ്രാണനെ വിട്ടു. ഇത്ര പെട്ടെന്ന് മരിക്കുമെന്ന് വിചാരിച്ചില്ല. അതുകൊണ്ട് ആ ജഡ്ജി ചോദിച്ചത്, അവൻ മരിച്ചു കഴിഞ്ഞോ? അതായിരുന്നു ചോദ്യം. സ്തോത്രം. പിന്നെ പീലാത്തോസിനോട് ചോദിക്കും, മരിക്കാനല്ലേ ഇവനെ ക്രൂശിച്ചേ? ക്രൂശ കയറ്റിയ പിന്നെ ചാവാതെ എടുക്കാൻ പാടില്ലെന്നല്ലേ നിയമം. പക്ഷെ ഞെട്ടിയത് ഇത്ര പെട്ടെന്ന് യേശു മരിച്ചു എന്ന് വിചാരിച്ചില്ല. ഞാൻ ഇങ്ങനെ പറയാം, നിന്റെ സമയത്തല്ല ദൈവം പ്രവർത്തിക്കുന്നത്. കണക്ക് കൂട്ടി കരിക്കൂട്ടി നിന്നെ അപമാനിച്ചില്ലാതെയാക്കി നാണക്കേടാക്കി ഈച്ചയരിച്ച് കിടക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത പ്ലാൻ സ്വർഗത്തിലെ ദൈവം പൊട്ടിച്ചുകൊണ്ട് പിശാചിന്റെ കണക്കിന് മുമ്പേ, പീലാത്തോസിന്റെ സമയത്തിന് മുമ്പേ സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനെ സ്വർഗത്തിലേക്ക് തന്റെ ആത്മാവിനെ എടുത്തു. സ്തോത്ര ഹല്ലേലൂയ. നീ കേട്ടെ, സ്തോത്ര ഹല്ലേലൂയ. കേൾക്കണം. സ്തോത്രം. ചുമ്മാ ബോഡി വിട്ടുകൊടുത്തില്ല. യോസേപ്പ് പ്രധാനമന്ത്രിയായിരുന്നിട്ടും ശ്രേഷ്ഠമന്ത്രിയായിരുന്നിട്ടും പീലാത്തോസ് പെട്ടെന്ന് ഒരു കമ്മീഷണറെ നിയമിച്ചു. അവിടെ എഴുതിയിരിക്കുന്നു, ശതാധിപനെ വിളിച്ചു. അല്ല, വന്നിട്ട് ബോഡി വിട്ടുകൊടുത്തേക്കാനല്ല പറഞ്ഞത്, നീ പോയി എടുത്തോടാനല്ല പറഞ്ഞത്. കമ്മീഷണറെ വിളിച്ചു, അല്ലെങ്കിൽ കമ്മീഷണറെ നിയമിച്ചു. ശതാധിപനെ വിളിച്ചിട്ട് പറഞ്ഞു, അവൻ മരിച്ചിട്ട് ഒട്ട് നേരമായോ എന്ന് ശതാധിപനോട് വസ്തുത ചോദിച്ചറിഞ്ഞു. അതിനർത്ഥം എന്താ? അവൻ മരിച്ചോന്നല്ല, മരിച്ച സമയം. ഇവിടുത്തെ വിഷയം മരണം എപ്പോൾ നടന്നെന്നുള്ളതല്ല, ഇത്ര പെട്ടെന്ന് ഇവനെങ്ങനെ മരിച്ചു. മരണമെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പേടിയുണ്ടോയെന്നറിയില്ല. ഞാനിതിനെ വാഗ്ദത്തമായിട്ട് പറയാം. നിന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യം ഈ ആണ്ടിലെങ്ങും നടക്കത്തില്ലെന്നാണ് അവൻ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അവൻ വിചാരിക്കുന്നതിനേക്കാൾ മുമ്പ് കാര്യം ഇവിടെ ദൈവം നടത്തിയിരിക്കും. യേശുവിൻ്റെ നാമത്തിൽ പലരും വിചാരിച്ചു ഇതിങ്ങനെ ഒഴുകിപ്പോകും, കുറേ നാളായി ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നിന്റെ പ്രാർത്ഥനാ വിഷയം നീ കണ്ണിൽ കാണുന്ന എല്ലാ ഉപദേശിമാരോടും പറയും, നാളെ വരുന്ന പ്രാർത്ഥനാ മനുഷ്യനോട് പറയും, നീ എല്ലായിടത്തേക്കും പൗരുഷൻ അടക്കം എല്ലായിടത്തേക്കും നീ പ്രാർത്ഥനാ വിഷയം അയക്കും. ഇങ്ങനെ ഇല്ലില്ല, ഈ പ്രാർത്ഥനക്കകത്ത് ചില കാര്യങ്ങൾ തീരും. അവന്റെ സമയത്തിന് മുമ്പേ, പീലാത്തോസ് വിചാരിച്ച സമയത്തിന് മുമ്പേ, പിശാച് വിചാരിച്ച സമയത്തിന് മുമ്പേ അവരെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് ഞെട്ടിപ്പിച്ചുകൊണ്ട് യേശുവിന്റെ പണി പൂർത്തിയാക്കും.
യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം ചരിത്രത്തിൽ നിന്ന്, വേദപുസ്തകത്തിൽ നിന്ന്, പ്രവചന ഭാഷയിൽ ഞാൻ നിങ്ങളോട് ദൈവത്തിന്റെ ദൂത് പറയുക. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോ. നിന്റെ സമയമല്ല പിശാചേ, നീ വിചാരിച്ച സമയമല്ല. അതിനൊക്കെ മുമ്പ് ദൈവം ഞങ്ങളുടെ കാര്യം നടത്തൂ. അതിനൊക്കെ മുമ്പ് ഞങ്ങളുടെ പിള്ളേരുടെ കാര്യം നടത്തൂ. സാധാരണ മലയാളി പറയുന്നത് പോലെ മൂക്കി പല്ല് വരുന്നത് വരെയും വീട്ടിൽ നിൽക്കാൻ അനുവദിക്കത്തില്ല. നീ കുറിച്ച സമയത്തിന് മുമ്പ് ചില കേസുകൾ തീരും, ചില പ്രശ്നങ്ങൾ തീരും, ചില അന്വേഷണങ്ങൾ അവസാനിപ്പിക്കും, ചില ഫയലുകൾ അടപ്പിക്കും ദൈവം. ചില കാര്യങ്ങൾ തെറ്റലസ്റ്റായി എന്ന് സ്വർഗത്തിലെ ദൈവം വിളിച്ചു പറയത്തക്ക രീതിയിൽ ചില കാര്യങ്ങളെ ഈ പ്രാർത്ഥന 31-ാം തീയതി തീരുന്നതിനേക്കാൾ മുമ്പ് ദൈവാത്മാവിൽ ഞാൻ പറയാം, ചില കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ സ്വർഗം ഇടപെടും. ജീസസ്, ഹല്ലേലൂയ, സ്തോത്രം. കേൾക്കൂ. അപ്പൊ മർക്കോസിന്റെ സ്തോത്രം സുവിശേഷത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ചുമ്മാ ബോഡി വിട്ടുകൊടുത്തെന്നല്ല, പീലാത്തോസിനെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് ദൈവം അത് ചെയ്തു. മൂന്നാമത്തത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 50-ാമത്തെ വാക്യം മുതൽ ഒന്ന് ജസ്റ്റ് വായിച്ചു തരാമെങ്കിൽ ഒരു വാക്കോട് വായിച്ചാൽ അവസാന ഭാഗത്തേക്ക് വരാം. 23-ാമത്തെ അധ്യായത്തിന്റെ 50-ാമത്തെ വാക്യം എന്താ എഴുതിയിരിക്കുന്നത്? അരിമഥ്യ എന്നൊരു യഹൂദ പട്ടണക്കാരൻ. അവിടെ മുതൽ വേണ്ട, കുറച്ചുകൂടെ അത് നമ്മൾ വായിച്ചല്ലോ, കുറച്ചുകൂടെ മുന്നോട്ട് വരിക. 54. അന്ന് ഒരുക്കനാളായിരുന്നു. ശബത്തും ആരംഭിച്ചു. ഗലീലയിൽ നിന്ന് അവനോട് കൂടെ പോന്ന സ്ത്രീകളും പിന്നാലെ ചെന്ന് കല്ലറയും അവന്റെ ശരീരം വെച്ച വിധവും കണ്ടിട്ട് മടങ്ങിപ്പോയി. സുഗന്ധവർഗവും പരിമള തൈലവും. നമുക്ക് ആ 2 വാക്കുകൾ മാത്രം എടുക്കാം. നോക്കൂ, യേശുക്രിസ്തുവിന്റെ മൃതശരീരം പീലാത്തോസ് യോസേപ്പ് ചോദിച്ചപ്പോൾ, ഞാൻ ആദ്യം ഓർപ്പിച്ച പോലെ ഒരു കമ്മീഷനെ നിയമിച്ച് അന്വേഷണം നടത്തി കാര്യങ്ങൾ തെളിയിച്ച് റിപ്പോർട്ടുകൾ തയ്യാറാക്കി കൊടുത്തനുസരിച്ച് ബോഡി വിട്ടുകൊടുത്തു. ബോഡി വിട്ടുകൊടുത്തതിന് ശേഷം സ്തോത്രം ഈ മൃതശരീരം അടക്കാൻ പോവുക. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഓർത്തോളണം, ശബത്ത് ആരംഭിച്ചാൽ ശവാടക്കം നടക്കുകയില്ല. സ്തോത്രം. അപ്പൊ വൈകുന്നേരമായി, വെയിലാറിക്കൊണ്ടിരിക്കുക. യേശുക്രിസ്തുവിൻ്റെ മൃതശരീരം വിട്ടുകൊടുക്കാൻ പേപ്പർ വർക്കുകളെല്ലാം കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് യോസേപ്പ് പോയി ബോഡി ഇറക്കി. യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത് എഴുതിയിരിക്കുന്നൊരു വാക്ക് ഞാൻ പറഞ്ഞു വിടാം, നിങ്ങളുടെ ഓർമ്മയിൽ കാണും. ആ വാക്കിതാണ്: യേശുവിനെ ക്രൂശിച്ച മലയോട് ചേർന്ന് ഒരു തോട്ടവും ആ തോട്ടത്തിൽ ആരെയും വെച്ചിട്ടില്ലാത്ത പാറയിൽ വെട്ടിയ ഒരു കല്ലറയുണ്ടായിരുന്നു. അങ്ങനൊരു വാക്യം യോഹന്നാനിലുണ്ട്. 19-ാം ഓർമ്മ ഓർത്തേ. ആ സ്തോത്രം, ആ കല്ലറയുടെ ലൊക്കേഷൻ നിങ്ങൾ നോക്കണം. യേശുവിനെ ക്രൂശിച്ച മല, അത് തലയോടിയുടെ മലയാണ്. ആ മലയോട് ചേർന്ന് വില്ലേജ് ഓഫീസിലെ ഭൂമിയുടെ സ്തോത്രം എന്താ പറയുക, അതിൻ്റെ ഒരു പകർപ്പെടുത്താൽ ഈ തലയോടിയുടെ മലമുകളിൻ്റെ തൊട്ടടുത്ത പ്രോപ്പർട്ടി യോസേപ്പിൻ്റെയാണ്. സ്തോത്രം. യോസേപ്പിൻ്റെ തോട്ടത്തിനകത്ത് യോസേപ്പ് കല്ലറ പണിതിട്ടിരിക്കുകയാണ്. സ്തോത്രം. ആ തലയോടിയുടെ മലമുകളിൽ നിന്ന് ബോഡി എടുത്ത് ആംബുലൻസ് വിളിക്കേണ്ട, സ്തോത്രം, ഒന്നും വേണ്ട. ബോഡി എടുത്ത് നേരെ ഇപ്പുറത്തെ പറമ്പിലേക്ക് വെച്ചാൽ എന്തായി? കല്ലറയായി. സ്തോത്രം. ഇപ്പം നമ്മൾ ലൂക്കോസിൽ വായിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചോ? 53. അത് ഇറക്കി ഒരു ശീലയിൽ പൊറിഞ്ഞ് പാറയിൽ വെട്ടി. ഇത് ആരെയും ഒരിക്കലും വെച്ചിട്ടില്ല, അത് കല്ലറയിൽ വെച്ചു. അന്ന് ഒരുക്കനാളായിരുന്നു. ശബത്ത് ആരംഭിച്ചെന്നൊരു ലാഘവത്തിലല്ല എഴുതിയിരിക്കുന്നത്, ഊന്നിപ്പറയുക. ശബത്തും അല്ലേ, അങ്ങനെയല്ലേ ബൈബിൾ എഴുതിയിരിക്കുന്നത്? ശബത്ത് ആരംഭിച്ചു എന്ന് പറയുന്നതും ശബത്തും മനസ്സിലാകുന്ന ഭാഷ പറയാം. ഈ ഭാഷയ്ക്ക് ഭയങ്കര ശക്തിയുണ്ട്. നമ്മളൊരു സ്ഥലത്ത് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുക, 10 മണിയായി. നമ്മുടെ കൂടെ വരേണ്ട ആളോട് നമ്മൾ 9 മണി പോലെ ഒരുങ്ങാൻ പറയുന്നതാ. ഒരുങ്ങി വന്നപ്പോഴത്തേക്കും 10:15. 10:15 ദേഷ്യപ്പെട്ട് നമ്മൾ ഇറങ്ങാൻ നേരത്ത് മഴ പെയ്തു. അപ്പം നമ്മൾ പറഞ്ഞു, ആണ്ടെ മഴയും പെയ്തു. അന്നേരം നമ്മൾ പറഞ്ഞു, മഴ പെയ്തു എന്നാണോ? അന്നേരം എന്താ പറയുന്നത്? മഴയും പെയ്തു. അങ്ങനെയല്ലേ പറയുന്നത്? തിരുവല്ലയിൽ അങ്ങനെ പറയുന്നത്. തിരുവനന്തപുരത്ത് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു, കാരണം എനിക്ക് വീട്ടിൽ പോകണം. സ്വതം കേട്ടെ. അപ്പം അങ്ങനെ പറയുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ശബത്ത് ആരംഭിച്ചെന്നല്ല, ശബത്തും ആരംഭിച്ചു. അതിനർത്ഥം എന്താ?
ബോഡി കൊണ്ടുവന്ന് കല്ലറയിൽ അടക്കി കല്ലുരുട്ടിക്കൊണ്ട് വെച്ചത് യോസേപ്പും നിക്കോദീമോസും കൂടെയാ. കല്ലുരുട്ടി വെച്ചു, ശവത്വം ആരംഭിച്ചു. കൈയടിക്കുന്നതിനൊക്കെ ഒരു ചോദ്യം. പെന്തിക്കോസുകാരുടെ സെമിത്തേരി പോലെ സഭ വെണ്ണിക്കുളത്തും സെമിത്തേരി കായംകുളത്തും ആയിരുന്നെങ്കിൽ ശബത്ത് ആരംഭിക്കുന്നതിനൊക്കെ മുമ്പ് ശവടക്കം നടക്കും. ദൈവം എത്ര പ്ലാനറാ നോക്കി. എന്റെ പുത്രന്റെ ദ്രവത്വം കാണാൻ സമ്മതിക്കത്തില്ല എന്ന് പണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാ അറേഞ്ച്മെന്റ്സുകളും അപ്പൻ ചെയ്തു വെച്ചിട്ടുണ്ട്. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ഞാൻ യേശുവിന്റെ ശരീരത്തെയാണ് പ്രസംഗിക്കുന്നത്. കർത്താവിന്റെ ശരീരത്തെ നമ്മൾ വേദപുസ്തകത്തിൽ രണ്ടുമൂന്ന് ഭാഗമായിട്ടെടുക്കണം. ഒന്ന്, യേശുക്രിസ്തു അവതരിച്ച സ്തോത്രം കർത്താവിന്റെ മാനിഫെസ്റ്റഡ് ബോഡി. യേശു ജഡത്തിൽ വന്നു. ആ ശരീരത്തിലാണ് 33 വർഷം ഇവിടെ നടന്നത്. രണ്ടാമത്തെ യേശുക്രിസ്തുവിന്റെ റിസറക്റ്റഡ് ബോഡി, യേശു ഉയർത്തെഴുന്നേറ്റ ബോഡി. ആ ശരീരത്തെയാണ് ഓടിച്ചെന്ന് തൊടാൻ വേണ്ടി നോക്കിയിട്ട് തുടരുതെന്ന് പറഞ്ഞത്. മൂന്നാമത്തത് യേശുവിന്റെ സിംബോളിക് ബോഡി. കർത്തൃമേശ എടുത്ത് വെക്കുമ്പോൾ പറയും ഇത് കർത്താവിന്റെ ശരീരത്തിന് നിഴലാണ്, സിംബോളിക്കാണ്. നാലാമത്തത് യേശുവിന്റെ സ്പിരിച്വൽ ബോഡി, അത് സഭയാണ്. ഇന്ന് രാത്രികാലം യേശുവിന്റെ സിംബോളിക് ബോഡി ഇവിടെ ഇല്ല, യേശുവിന്റെ റിസറക്റ്റഡ് ബോഡി ഇവിടെ ഇല്ല, യേശുവിന്റെ മാനിഫെസ്റ്റഡ് ബോഡി ഇവിടെ ഇല്ല. എന്നാൽ യേശുവിന്റെ സ്പിരിച്വൽ ബോഡി ഇവിടെയുണ്ട്. ഞാൻ സഭയോടാ പറയുന്നത്, സഭയെ നട്ടപ്പോൾ സ്വർഗത്തിലെ ദൈവം പ്ലാൻ ചെയ്തിട്ടുണ്ട്. നിന്നെ ഉയർപ്പിക്കേണ്ടത് എവിടെയാണ്? നിന്നെ ക്രൂശിച്ചത് എവിടെയാണെങ്കിലും നിന്നെ ഉയർപ്പിക്കേണ്ടത് സ്വർഗം ദ്രവത്വം കാണത്തില്ല എന്ന് അന്ന് പറഞ്ഞതിന്റെ പ്ലാനും പദ്ധതികളും പൂന്തോട്ടം പോലെ സ്വർഗം പണിതിട്ടിരിക്കുന്നത് നിന്റെ കയ്യിലേക്ക് തരാൻ പോകുന്ന കാലമാണ് ഇനി വരാൻ പോകുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഈ എളിയ ഭരണത്താൽ അവരെ അതല്ലാതെയോ സ്തോത്രം മരിച്ചാൽ അവരെ ഗവൺമെന്റിനോടുകൂടെയാണ്. നാരായണൻ എന്ന് പറയപ്പെടുന്ന ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നു. നമ്മുടെ കേരളത്തിൽ ഉഴവൂര് സ്വന്തം വീടുണ്ട്. ഇന്ത്യയുടെ സംസ്കാരത്തിലെ പ്രധാനപ്പെട്ട സ്ഥലത്ത് സാമ്രാജ്യത്തിലായിരിക്കുന്ന പ്രഭുക്കന്മാരെയും എല്ലാം വെസ്റ്റ് മിനിസ്റ്റർ ആബി എന്ന സ്ഥലത്താണ് അടക്കുന്നത് ഇന്നും. അങ്ങനെയാണ് നിയമങ്ങളെയും പിള്ളപ്പെടുന്ന അവിടെ നിന്ന് കടമെടുത്തത്. പ്രധാനമന്ത്രിയായിരുന്ന മനുഷ്യനെ കണ്ടത് ഈ തലയോടിയുടെ മകളെ നമ്മുടെ നാട്ടിലല്ലായിരുന്നല്ലോ. ഞാൻ തിരിച്ച് വ്യക്തിപരമായ അങ്ങ് പേര് മേടിച്ചിട്ടിരുന്നെങ്കിൽ ദിവസം മരിച്ചപ്പോൾ ഇവിടെ പ്ലാൻ തീർക്കാൻ നോക്കുമ്പോൾ സ്വർഗത്തിൽ ഇന്ന് വേണ്ടി സ്പിരിച്വൽ ബോഡി കഴിയും. ഈ മെടഞ്ഞ ായിരിക്കണമെന്ന് സ്വർഗം രാത്രി സഭയിൽ പറയുന്നു.
അത്ഭുതം നടന്നു. പറഞ്ഞാൽ സ്തോത്രം. ഇന്ന് രാത്രി ഞങ്ങൾ വീണ്ടും നിങ്ങളുമായി പാർപ്പിക്കാൻ സ്ഥലം കണ്ടുണ്ട്. സ്വർഗത്തിൽ യേശുവിനെ അടക്കാൻ കരമായിരിക്കും വചനം. ദ്രവത്തിന്റെ കാലം പക്ഷെ പ്രവചനം 25 പറഞ്ഞില്ല. കല്ലം കാണരുത്. നിങ്ങൾ ഈ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്. സ്തോത്രം. അല്ല, 19:40 പ്രകാരം ആ വാക്ക് പറഞ്ഞു നോക്കി. പ്രകാരം ഞാൻ ഓൺലൈനിൽ കേൾക്കാം. ഒരു സഭയുടെ പാസ് നാളെ സ്ഥലം അദ്ദേഹം സ്വത്രം സ്ഥലം മാറുമ്പോൾ വിടുവാണ്. ഒരു മര്യാദയില്ലേ? സ്ഥലമാറ്റം വിളിച്ചു പൊക്കുവോ പോരിക്കതോ ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങിക്കോ മര്യാദ അല്ല ഇല്ലേ? കുഞ്ഞിനെ നിങ്ങൾ വിവാഹം കഴിച്ചയക്കുമ്പോൾ ഒരു മര്യാദയില്ലേ? സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ വാക്ക് കേട്ടെ. പക്ഷെ ശവാട മര്യാദ പ്രകാരം ചുമ്മാ കാലം ദൈവം അവന്റെ നീ കർത്താവിന് വേണ്ടി എന്നതാണെങ്കിൽ പിള്ളേരോട് മര്യാദയില്ലെന്ന് ആര് പറഞ്ഞു? സഭയോ നിങ്ങളുടെ ദൈവദാസനോട് നിങ്ങൾ നിങ്ങൾ മറുപടി പറയുന്നില്ല. എന്റെ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന എന്റെ പോലും എനിക്ക് എപ്പോഴും ാണ്. വീണ്ടും നിങ്ങളുടെ അടുത്ത വർഷത്തെ അപമാനിക്കപ്പെട്ടതിന്, നീ കേട്ടതിന്, നീ ചുമന്നതിന്, നീ കരഞ്ഞതിന്, നീ ഉപവസിച്ചതിന്, ഇതിനെല്ലാം ദൈവത്തിന് നിന്നോട്, നിന്റെ സഭയോട്, ഓ ജീസസ് ഹല്ലേലൂയ, നിന്റെ കുടുംബത്തോട് സ്വർഗ്ഗത്തിന് ചില മര്യാദകൾ കാണിക്കണം. അതിനു വേണ്ടി ദൈവത്തിന്റെ കലണ്ടറിൽ ദൈവം മാറ്റിയിട്ടിരിക്കുന്ന വർഷമാണ് ക്രൈസ്റ്റ് സെന്ററിനെ സംബന്ധിച്ച് 2024. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ദൈവത്തിന്റെ മര്യാദയുടെ വർഷമായിരിക്കും. ആരൊക്കെ കളഞ്ഞാലും, ആരൊക്കെ ഇട്ടിട്ട് പോയാലും, ആരൊക്കെ ചവിട്ടി തേച്ചാലും, ആരൊക്കെ ക്രൂശിച്ചാലും, ആരൊക്കെ കാർക്കിച്ചു തുപ്പിയാലും, ആരൊക്കെ കള്ളക്കേസ് കൊടുത്താലും എൻ്റെ ദൈവത്തിനൊരു മര്യാദയുണ്ട്. ഞാൻ ദൈവാത്മാവിൽ സ്തോത്രം ചെയ്തുകൊണ്ട് പറയുന്നു, ഒരു പടക്കുതിരയെ പോലെ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ പലരും നിന്നോട് മര്യാദ കാണിച്ചില്ല, പലരും നിന്നോട് മര്യാദ കാണിച്ചില്ല. പക്ഷെ എൻ്റെ ദൈവത്തിന് നിന്നോട്
നിന്നോട് മര്യാദ കാണിക്കാതിരിക്കാൻ പറ്റുമോ? നീ ചങ്കെടുത്ത് കൊടുത്ത്, നീ പണം കൊടുത്ത്, നീ ജീവിതം കൊടുത്ത് പലരും മര്യാദ കാണിച്ചില്ല. പക്ഷേ ഇന്ന് രാത്രി സ്വർഗം പറയുന്നു നിന്നോട് ദൈവം മര്യാദ കാണിക്കാൻ. ഹല്ലേലൂയ. കേൾക്കുന്നവർ ഒരുമിച്ച് യേശുവിന്റെ നാമത്തിൽ സ്വർഗത്തിലെ ദൈവത്തിന് മര്യാദ കാണിപ്പാൻ ദൈവം മാറ്റിയിട്ട വർഷമാണ് ദൈവത്തിന്റെ കലണ്ടറിലെ 2024. യേശുവിന്റെ നാമത്തിൽ അവന്റെ മര്യാദ വെളിപ്പെടുത്തുന്നവൻ. ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ആരും പോകരുത്. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ഉച്ചയ്ക്ക് പറഞ്ഞോളെ വീണ്ടും പറയുന്നു, ആരും പോകരുത്. എഴുന്നേറ്റ് നിൽക്കാം. ഒരു മിനിറ്റ് കൂടെ എഴുന്നേറ്റ് നിൽക്കാം. മര്യാദ കാണിക്കുന്ന ദൈവം. ദ്രവത്വം കണ്ടോ? സ്തോത്രം. പറഞ്ഞു നിർത്താം. യോഹന്നാന്റെ സുവിശേഷം നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. 20-ാം അധ്യായത്തിൽ മറിയ കല്ലറ കാണാൻ വേണ്ടി വന്നു. ശിഷ്യന്മാർ 2 പേരും കൂടി ഓടി വന്നു. അവർക്ക് ഒന്നും കാണാൻ പറ്റിയില്ല, ഇട്ടിട്ട് ഓടിപ്പോയി. സ്തോത്രം. ദൂതന്മാർ അകത്തിരുന്ന് അകത്തേക്ക് വിളിച്ചു. അകത്തേക്ക് വിളിച്ചിട്ട് അവിടെ ഒരു വിറ്റ്നസ് ഉണ്ട്. ശ്രദ്ധിച്ച് കേട്ടോ. കർത്താവ് പുതപ്പിച്ചിരുന്ന ആ ശീലകൾ ചൂണ്ടിക്കാണിച്ചു ദൂതൻ. അവൻ്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാലും മടക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾ ആ ശീലയിലേക്ക് നോക്കണം. നിങ്ങൾ ആ റൂമാലിലേക്ക് നോക്കണം. സ്തോത്രം. അതിനകത്ത് മാംസം 3 ദിവസം സ്തോത്രം പുതപ്പിച്ചിട്ടിരുന്നൊരു ബോഡി കല്ലറയ്ക്കകത്തുനിന്ന് പുറത്തെടുക്കുമ്പോൾ അതിനെ പുതച്ചിരുന്ന തുണി എങ്ങനെ ഇരിക്കും സാറേ? സ്തോത്രം. മൃതശരീരത്തിൻ്റെ അടിച്ച് തകർത്ത ബോഡിയല്ലേ? ശരീരം ദ്രവത്വം കണ്ടിരുന്നെങ്കിൽ, ഇൻഫെക്ഷൻ ആയിരുന്നെങ്കിൽ, പഴുത്തിരുന്നെങ്കിൽ ഈ തുണിക്കകത്ത് നാറ്റം വെച്ചേനെ, പശും പഴുപ്പും വന്നേനെ. പക്ഷേ ഈ കല്ലറയ്ക്കകത്ത് ഇറക്കുന്ന തുണി സാക്ഷ്യം പറയുന്നു, എൻ്റെ പുത്രൻ ദ്രവത്വം കണ്ടില്ല. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിക്കാലം ഞാൻ പറയാം, നിനക്ക് സാക്ഷി പറയാൻ ഭൂമിയിൽ ഒരാൾ വരില്ലായിരിക്കാം. പക്ഷെ ദൈവം എന്നോട് പറയുന്നു, വായും നാക്കുമില്ലാത്ത ചിലതിന് എന്റെ ദൈവം നിന്റെ കണ്ണുനീരിന് ഞാൻ നിന്നോട് വിശ്വസ്തനായിരുന്നു എന്നതിന് സ്വർഗം ചിലതിനെ സാക്ഷി നിർത്തിയിട്ടുണ്ട്. അത് ദൈവം സമൂഹ മധ്യത്തിൽ തെളിവിനായി കരുതി വെച്ചിട്ടുണ്ട്. ഇനി ആരുടെ വാക്കും ഫലിക്കുകയില്ല. ആ റൂമാലും തുണിയും പറയും, എന്റെ ദൈവം പറഞ്ഞത് സത്യമാണ്. കണ്ണുകൾ അടയ്ക്കാം. ഒരുമിച്ച് സ്തോത്രം ചെയ്യാം.